ബിൽഡിംഗ് മെറ്റീരിയൽ ഇൻഡസ്ട്രിയിൽ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. ട്രേഡിങ്ങിൻ്റെ ഈ സ്ട്രക്ചർ പരമ്പരാഗതമായിട്ടുള്ളത് എല്ലാവർക്കും ക്ലിയറാണ്. 10 കിട്ടിയത് 100 വിൽക്കണം എന്നുള്ളതും ചന്ത നിയമമൊക്കെ നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും ക്ലിയറാണ്. അതെ, അതാണ് നമ്മൾ ഈ മൊത്തം പോഡ്കാസ്റ്റിൽ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇതൊന്നും റോക്കറ്റ് സയൻസ് അല്ല, ഇതൊക്കെ ആർക്കും ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇന്ന് നമ്മൾ ആക്ച്വലി ഷൂട്ട് ചെയ്യാൻ വിചാരിച്ചത് വേറൊരു എപ്പിസോഡാണ്. പക്ഷേ ഞാൻ അതിൽ കുളമാക്കിയതുകൊണ്ട് ഡേറ്റ് പറഞ്ഞ് കുളമാക്കി. അപ്പം നമ്മളെ ഗസ്റ്റിന് വരാൻ പറ്റിയില്ല. അപ്പണ്ട് നമ്മളെ ഹുദൈഫ് നേരെ അപ്പുറത്ത് നിൽക്കണ്. ഹുദൈഫ് ഒന്ന് ചെറിയൊരു പരിപാടി ഉണ്ട് പറഞ്ഞിട്ട് വന്നുകൊണ്ട് ഹോട്ട് സീറ്റ് കൊടുത്തിട്ടുണ്ട്. ഹുദൈഫ്, ഐ തിങ്ക് ഹുദൈഫിനെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. വാട്ട് ഓൾ ഡു യു ഡു? സാർ എന്താ പറഞ്ഞേ? 4ാമത്തെ വളവില് കയറ്റം കയറിയിട്ട് റൈറ്റ് സൈഡിലില്ല 3ാമത്തെ വീടോ? ഓക്കെ സാർ നോക്കട്ടെ. ഇനിയിപ്പോൾ ലൊക്കേഷൻ വലിയൊരു പ്രശ്നമാണ്. കണ്ടില്ലേ, നിങ്ങളെ ഡ്രൈവർ ഡെലിവറി ചെയ്യാൻ പോകുമ്പോൾ ലൊക്കേഷൻ ഇല്ല, കസ്റ്റമർ അവരെ കഷ്ടപ്പെടുത്താണ്. 10 ഡെലിവറി ചെയ്യേണ്ട ഒരു ഡെലിവറി ആള് 5 ഡെലിവറിയും ചെയ്തു വരും. നിങ്ങളെ കാശും പോവും, ഡെലിവറി കറക്റ്റ് നടക്കില്ല, ആ സാധനം റിട്ടേൺ പോകും. അത് സോൾവ് ചെയ്യുന്ന ആപ്പാണ് പിൻ പോയിന്റ്ലി. പോവുക, ചെക്ക് ചെയ്യുക, താഴത്ത് ലിങ്ക് ഉണ്ട്, അവിടെ പോയാൽ ഡൗൺലോഡ് ചെയ്യാം. എന്താണ് ഹുദൈഫ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞൊരു 10 വർഷമായിട്ട് ഞാനും എൻ്റെ ടീമും ബിസിനസ്സുകളുടെ കൂടെയാണ് വർക്ക് ചെയ്യുന്നത്. മാർക്കറ്റിംഗ് ആണ് ഏരിയ. മാർക്കറ്റിംഗ് ഏരിയയിൽ ബിസിനസ്സുകളുടെ കൂടെ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ എല്ലാ ദിവസവും കുറേ അധികം പുതിയ ലേണിങ്സ് ആണ്. ഈ ലേണിങ്സുകൾ ഷെയർ ചെയ്ത് കൊടുക്കുന്ന ഒരു അക്കാഡമി വേർട്ടിക്കലും. ക്വാഡ് ക്യൂബ്സ് ആണ് മാർക്കറ്റിംഗ് ഏജൻസിയുടെ പേര്, CD ആണ് ഞങ്ങളുടെ അക്കാഡമിയുടെ പേര്. ഇത് രണ്ടുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. നിങ്ങളെപ്പോലെയുള്ള കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന് ഹെൽപ്പ് ചെയ്യാവുന്ന കോണ്ടന്റ് മാനുഫാക്ചറിങ് കമ്പനി ഈ ഒരു സ്റ്റുഡിയോ സ്പേസൊക്കെ ആയിട്ട് കൂടുതൽ പുതിയ കാര്യങ്ങൾ ഓരോ ദിവസവും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു. കൂടുതൽ പുതിയ പരീക്ഷണങ്ങൾ, കൂടുതൽ പുതിയ ചാലഞ്ചസുകൾ, കൂടുതൽ പുതിയ ലേണിങ്സുകളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. ഭയങ്കര രസമുള്ള പരിപാടിയല്ലേ? നല്ല രസമാണ്. നിങ്ങൾ പിന്നെ എല്ലാതരം ബിസിനസ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യൂലേ? എല്ലാതരം ബിസിനസ്സുകളുടെ കൂടെയും നമ്മൾ വർക്ക് ചെയ്യും. നമ്മുടെ ടീമിനും എനിക്കും അതിൽ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് നിങ്ങൾ എല്ലാ മാസവും ഒരു പുതിയ സാധനങ്ങൾ പഠിക്കൂലേ? ഏറ്റവും മിനിമം പുതിയ ബിസിനസ് എല്ലാ ദിവസമാണ്. എല്ലാ ക്യാമ്പയിൻസിനും പഠിക്കും, എല്ലാ ക്ലയൻസിനും പഠിക്കും, എല്ലാ ബിസിനസ്സിനും പഠിക്കും, എല്ലാ ടീം മെമ്പേഴ്സിനും പഠിക്കും. ആ ലേണിങ്സ് ആണ് മുന്നോട്ട് പോകുന്നതിന് ഓരോ ദിവസവും നമ്മൾ പുതുമയുള്ളതാക്കി നിർത്തുന്നത്. കറക്റ്റ്. ഞാൻ അത് പറയുമ്പോൾ പിന്നെ എനിക്കിത് കിട്ടില്ല കേട്ടോ. ഹുദൈഫ് മുന്നിലിരിക്കുന്നതുകൊണ്ടാണോ? ഐ ഡോണ്ട് നോ, ഐ എം അറ്റ് ലോസ് ഓഫ് വേർഡ്സ്. നിങ്ങളുടെ പരിപാടിയിലേക്ക് ഓൺലൈൻ ഓക്കെ, അല്ല കുഴപ്പമില്ല, ഐ വിൽ ഗെറ്റ് ദർ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഒരു കാറ്റഗറി ഓഫ് ബിസിനസ് പറയും. അതായത് ചിലപ്പോൾ നിങ്ങൾ ഫുഡ് ബ്രാൻഡിൻ്റെ കൂടെ ആയിരിക്കും വർക്ക് ചെയ്യുക, ചിലപ്പോൾ ജ്വല്ലറി ബ്രാൻഡ് ആയിരിക്കും. ഇങ്ങനത്തെ ഇപ്പം ആസ് ഓഫ് നോ ലൈവായിട്ട് നിൽക്കുന്ന പ്രൊജക്ട്സ് ഏതൊക്കെ കാറ്റഗറിയിലുള്ള ബിസിനസ്സുകളുണ്ട്? നമ്മൾ ഒരു നീഷിലുള്ള ഇൻഡസ്ട്രിയിലുള്ള ഒരു പ്രൊജക്റ്റ് മാത്രം ചെയ്യുള്ളൂ എന്നുള്ളതാണ്. ഇപ്പം ഫാഷൻ റീറ്റെയിൽ ബ്രാൻഡുകളുടെ കൂടെ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബ്യൂട്ടി ആൻഡ് കോസ്മെറ്റിക് ബ്രാൻഡിൻ്റെ കൂടെ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. FMCG ബ്രാൻഡുകളുടെ കൂടെ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. എഡ്ജ് നമ്മൾ ഒരുപാട് ബ്രാൻഡുകളുടെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. ബിൽഡിംഗ് മെറ്റീരിയൽ ഇൻഡസ്ട്രിയിൽ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ കാറ്റഗറിയിലെയും ബിസിനസ്സുകളുടെ കൂടെ ഓൺടർപ്രണേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇവർ ഷെയർ ചെയ്ത് തരുന്ന ഇൻസൈറ്റ്സും ഇവരുടെ എക്സ്പീരിയൻസും ഒക്കെയാണ് നമ്മുടെ ക്യാമ്പയിൻസിൽ നമുക്കതിൻ്റെ അകത്ത് റിസൾട്ട് ഓറിയൻ്റഡ് പലതും ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പം ഒരു നീഷ് അല്ലെങ്കിൽ ഒരു ബിസിനസ് എന്ന് പറയുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ടീമിനും കോൺഫിഡൻസ് ഉള്ള പ്രാക്ടിക്കലി പോസിബിൾ ആവുന്ന ബിസിനസ്സുകളുടെ കൂടെ ഒരു ഏജൻസി എന്ന രീതിയിൽ അവരുടെ ടീം മെമ്പറായിട്ട് തന്നെ നിൽക്കുക എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്കും നിങ്ങളുടെ ടീമിനും എങ്ങനെയാണ് ആ കോൺഫിഡൻസ് വരാറ്? പൊതുവേ നമ്മൾ ഒറ്റ ചോദ്യം, നമ്മൾ ഈ വർഷം അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടേൺ ഓവർ എത്രയാണ് എന്ന പ്രധാനപ്പെട്ട ചോദ്യം ഒരു ബിസിനസ് ഓണറോട് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു ബിസിനസ്സിൻ്റെ അകത്ത് അതിൻ്റെ ഓൺടർപ്രണർക്ക് നല്ല ക്ലാരിറ്റി ഉണ്ടാവും. എത്രയാണ് എൻ്റെ ടേൺ ഓവർ ഈ വർഷം ചെയ്യേണ്ടത്? അതിനെ ബേസ് ചെയ്തിട്ടാണ് അയാൾ മുഴുവൻ പണിതിരിക്കുന്നത്. ടീമിനെ ബിൽഡ് ചെയ്തത്, ഇൻവെൻറ്ററിനെ അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചറിനെ, അതിൻ്റെ റിസോഴ്സസുകൾ മുഴുവൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ടേൺ ഓവറിനെ ബേസ് ചെയ്തിട്ടാണ്. ഇത് ചില ആളുകൾക്ക് ക്ലാരിറ്റി ഇല്ല. ഇയാൾക്ക് തന്നെ ഇയാളുടെ ബിസിനസ്സിനെ കുറിച്ച് ക്ലാരിറ്റി ഇല്ലാതിരിക്കുമ്പോൾ ഞാനും എൻ്റെ ടീമും അതിൻ്റെ കൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിനും ബുദ്ധിമുട്ടുണ്ടാക്കും, ഞങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കും. അങ്ങനെ ചെറിയ ഡിസ്കവറി കോളിലെ കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ആ ബിസിനസ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്.
ഓക്കെ, അത് നിങ്ങളെ മറ്റേ പോഡ്കാസ്റ്റിൽ പറയുന്നുണ്ട്. ഏതാ ആദ്യം ഗോളാണ് സെറ്റ് ചെയ്യേണ്ടത്. നിങ്ങളെ നിർബന്ധമായിട്ടും ഫൈനാൻഷ്യൽ മാർക്കറ്റിംഗ് ഫണ്ട് എങ്ങനെ അലൊക്കേറ്റ് ചെയ്യണം എന്ന് നിങ്ങൾ ചെയ്ത പോഡ്കാസ്റ്റ്. അതെ, നമ്മൾ ചില ആളുകൾക്ക് മുന്നോട്ട് പോകുന്ന സമയത്ത് ആ മാർക്കറ്റിംഗ് ബഡ്ജറ്റ് വരുന്നത് ശരിക്കും ആ ബിസിനസ്സിന് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു എമൗണ്ട് ഉണ്ട്. അതിൻ്റെ അപ്പുറത്തോട്ട് മാർക്കറ്റിങ്ങിൽ ഫണ്ട് ബേൺ ചെയ്യാനോ അല്ലെങ്കിൽ പൊട്ടിക്കാനോ പറ്റില്ല. അപ്പോൾ ഈ ക്ലാരിറ്റി, ഈ ഗോളിൽ നിന്നാണല്ലോ ഈ ക്ലാരിറ്റി മുഴുവൻ ഉണ്ടാകുന്നത്. സോ ഗോളുള്ള ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കും കുറച്ചുകൂടി ഈസിയാണ് കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്നതിലും മാർക്കറ്റിങ്ങിലെ ക്യാമ്പയിൻസ് പ്ലാൻസുകളും പ്രപ്പോസൽസുകളും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നതിലും അത് എക്സിക്യൂട്ട് ചെയ്യുന്നതിലൊക്കെ. അത് പറയുമ്പോൾ ഞാൻ ചില ഓഫ്ലൈൻ ബ്രാൻഡ്സിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്, വെരി ലാർജ് ബ്രാൻഡ്സ്. ഓക്കെ, അപ്പം അവർ എപ്പോഴും മാർക്കറ്റിംഗ് ഏജൻസി, ഞാൻ കണ്ട ബ്രാൻഡ്സുകൾ കേട്ടോ, മാർക്കറ്റിംഗ് ഏജൻസീനെ ചൂസ് ചെയ്യുമ്പോൾ അവർ വിചാരിക്കുന്നത് നമ്മളാണ് വെറ്റ് ചെയ്യുന്നതെന്നാണ്. അതായത് ആസ് എ ബ്രാൻഡ്, ആസ് എ വെരി ബിഗ് ഓഫ്ലൈൻ ബ്രാൻഡ് നമ്മൾ തീരുമാനിക്കും ഈ ഏജൻസി വേണോ, ഈ ഏജൻസി വേണോ, ഈ ഏജൻസി വേണോ. അപ്പോൾ ഞാൻ കൺസൾട്ടൻ്റ് ആണല്ലോ, അതുകൊണ്ട് ഞാൻ അവരോട് കൺസൾട്ട് ചെയ്യും, ഗൈസ് നമ്മൾ അവരെ അല്ല വെറ്റ് ചെയ്യുന്നത്, അവർ നമ്മളെയാണ് വെറ്റ് ചെയ്യുന്നത്. അതിനുള്ള ഉത്തരാണ് ഹുദൈഫ് പറഞ്ഞത്. ആദ്യത്തെ ക്വസ്റ്റ്യനിൽ തന്നെ എനിക്ക് കിട്ടും, അവർക്ക് ഈ കൊല്ലത്തെ നിങ്ങളെ ഗോൾ എന്താ? ഓക്കെ, ഇവർക്ക് ഗോള് ക്ലിയർ അല്ല, അതിൽ തന്നെ നിങ്ങൾ തീരുമാനിക്കും. അല്ല, ആദ്യത്തെ കരിയറിൻ്റെ തുടക്കത്തിൽ ആദ്യത്തെ ഒരു 4-5 വർഷമൊക്കെ നമ്മൾ എല്ലാ പ്രൊജക്ട്സിലും വർക്ക് ചെയ്യും. അപ്പോൾ എല്ലാത്തിലും നമ്മൾ ഫെയിൽ ആവും. അങ്ങനെ ലേണിങ്സിൽ നിന്നാണ് നമുക്ക് മനസ്സിലായത് ടെക്നിക്ക് പിടികിട്ടി, നമ്മൾ ആരുടെ കൂടെ നിൽക്കണം, ആരുടെ കൂടെ നിൽക്കരുത്. അത് ബൈ പ്രാക്ടീസ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് നിന്ന് മനസ്സിലായെടുത്ത കാര്യങ്ങളാണ്. പക്ഷേ ഇന്നൊരുവിധം എല്ലാ ഏജൻസീസും ആ ഒരു മെച്യൂരിറ്റിയും അല്ലെങ്കിൽ ഏജൻസി എങ്ങനെ വർക്ക് ചെയ്യണമെന്ന കാര്യത്തിലൊക്കെ ക്ലാരിറ്റി ഒക്കെ ഏജൻസിക്ക് ഉണ്ട്. അതെ, ഓക്കെ. ഞാൻ കമ്മിങ് ബാക്ക് ടു ദീസ് ട്രഡീഷണൽ ബിസിനസ്, അതായത് നമ്മളെ നാട്ടിൽ തന്നെ വലിയ ലാർജ് ഓഫ്ലൈൻ ബ്രാൻഡ്സ് ക്രിയേറ്റ് ചെയ്ത ആൾക്കാരുണ്ട്. പക്ഷേ ഒരു ഇഷ്യൂ ഞാൻ കണ്ടത്, ഇവർക്ക് ഡിജിറ്റലിനെ കുറിച്ചോ ഇ കൊമേഴ്സിനെ കുറിച്ചോ ഒന്നും ഒരു ഐഡിയ ഇല്ല. ഇവർ എത്ര റീറ്റെയിൽ സ്റ്റോറുകൾ വേണമെങ്കിലും ഇടും. അതെ, പക്ഷേ ഓൺലൈനിൽ നമ്മളൊരു വെബ്സൈറ്റിന് ഇത്ര മുടക്കണം, അല്ലെങ്കിൽ നമ്മൾ ഇത്രയും ടീം മെമ്പേഴ്സിനെ ഹയർ ചെയ്യണം, നമ്മൾ ഫേസ്ബുക്ക് ആഡ്സ് ചെയ്യണം, ഗൂഗിൾ ആഡ്സ് ചെയ്യണം, SEO ചെയ്യണം, കണ്ടൻറ്റ് ചെയ്യണം, സീറോ ഐഡിയ. അതെ, ഇങ്ങനത്തെ ബിസിനസ്സുകൾ നിങ്ങളടുത്ത് അപ്രോച്ച് ചെയ്തിട്ടുണ്ടോ? നമ്മൾ ബിസിനസ് നമ്മുടെ കൂടെ വരുന്ന മിക്കവാറും ബിസിനസ്സുകൾക്ക് പ്രോഡക്റ്റിൽ അല്ലെങ്കിൽ അവരുടെ സർവീസസിൽ നല്ല കോൺഫിഡൻസ് ഉണ്ടാവും. അതുകൊണ്ടാണല്ലോ അവർ മാർക്കറ്റ് ചെയ്യാൻ ഇറങ്ങുന്നത്. ഇനി ആ ബിസിനസ്സിൻ്റെ ഒരു ട്രേഡിങ്ങിൻ്റെ ഒരു പരമ്പരാഗതമായിട്ടുള്ളൊരു വെർട്ടിക്കൽസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു പെന്ന് വിൽക്കുന്ന ഒരു സ്റ്റാർട്ടിങ്ങിൽ തുടക്കത്തിൽ ഒരു സിറ്റിയിൽ ഒരു 100-500 പെന്നൊക്കെ ഒരു മാസം വിറ്റ് റീറ്റെയിൽ ബിസിനസ് ആരംഭിച്ചൊരു കക്ഷി എന്ന് കരുതാം. ഇയാൾക്ക് ഇതേ പെന്ന് തന്നെ ഇനി കൂടുതൽ സിറ്റീസിലേക്ക് ഹോൾസെയിലായിട്ട് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയിലേക്ക്, കോൺഫിഡൻസിലേക്ക് ഇയാൾ എത്തുന്നൊരു സമയമുണ്ട്. നമ്മളതിനാണ് അതൊരു സ്കെയിലിംഗ് എന്നൊക്കെ പറയാം. അയാളൊരു റീറ്റെയിൽ ഓൺലൈൻ ഭാഷയിൽ സ്കെയിൽ എന്ന് പറയും. പെന്ന് വിറ്റ കക്ഷി പതുക്കെ റീറ്റെയിൽ വിറ്റ കക്ഷി ഹോൾസെയിലേക്ക് പോയി. ഇനി അത് അയാൾ ഡിസ്ട്രിബ്യൂഷനിലേക്ക് വരാം. ഇനി ഏതോ അയാൾ മലേഷ്യയിൽ നിന്നോ അല്ലെങ്കിൽ ചൈനയിൽ നിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്തിട്ട് കേരളം മുഴുവൻ, ഇന്ത്യ മുഴുവൻ വിൽക്കാൻ. അപ്പോൾ അയാൾ ഇമ്പോർട്ടറായി മാറും, എക്സ്പോർട്ടറായിട്ട് മാറും. ട്രേഡിങ്ങിൻ്റെ ഈ സ്ട്രക്ചർ പരമ്പരാഗതമായിട്ടുള്ളത് എല്ലാവർക്കും ക്ലിയർ ആണ്. 10-ന് കിട്ടിയത് 100-ന് വിൽക്കണം എന്നുള്ളതും ചന്ത നിയമമൊക്കെ നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും ക്ലിയർ ആണ്. അതെ. ഇനി ഈ വെർട്ടിക്കലിൽ ഓൺലൈനിൽ വരുന്ന സമയത്ത് നമ്മൾ ഓഫ്ലൈനിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു ലാൻഡിങ് കോസ്റ്റ് ഉണ്ട്, നമുക്കൊരു പ്രോഫിറ്റ് ഉണ്ട്, അത് വിൽക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എക്സ്പെൻസസുകളെ കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ട്. പരമാവധി ഇത്ര മാത്രമേ പോകാവുള്ളൂ, ഈ രീതിയിൽ നമ്മൾ അതിനെ മിച്ചം പിടിക്കണം എന്ന കാര്യത്തിലൊക്കെ. അതുകൊണ്ട് ഈ ടാൻജിബിൾ ആയിട്ടുള്ള നമുക്ക് ടച്ച് ആൻഡ് ഫീൽ ചെയ്യാൻ പറ്റുന്ന കമ്മോഡിറ്റീസുകൾ, പ്രൊഡക്റ്റുകൾ വിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പഴയ ട്രേഡിങ്ങിൻ്റെ വെർട്ടിക്കൽസ് ഒക്കെ അവർക്ക് സെറ്റാണ്. അവർക്ക് അറിയാം, ഇൻ ആൻഡ് ഔട്ട് അറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. അതെ, കാര്യം അത് റീറ്റെയിൽ ചെയ്തപ്പോഴും ആ സ്ട്രാറ്റജി, ആ ലോജിക്ക് തന്നെയാണ് ഹോൾസെയിലൊക്കെ പോകുമ്പോഴാണ്. വ്യത്യസ്തമായ രീതിയിൽ അതിൻ്റെ ഒരു ചലഞ്ചസുകളൊക്കെ മാറും എന്നുള്ളതാണ്. ഹോൾസെയിലേക്കും അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടറിലേക്കൊക്കെ പോകുന്ന സമയത്ത് വെയർ ഹൗസിങ്ങും ലോജിസ്റ്റിക്സിലൊക്കെ കുറേ കൂടി ഇമ്പ്രൂവ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് റീറ്റെയിൽ ചെയ്യുന്നത് വ്യത്യസ്തമായിട്ട്. ഓൺലൈനിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല. നേരത്തെ ഷാൻബായുടെ സംസാരത്തിൽ പറഞ്ഞ പോലെ SEO ചെയ്യണം, അല്ലെങ്കിൽ കോണ്ടന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വേണം, അങ്ങനെ ടെക് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ വേണം, ഓൺലൈൻ റെപ്യൂട്ടേഷൻ മാനേജ്മെൻറ്റ് വേണം, മാർക്കറ്റിങ്ങിലെ ഓട്ടോമേഷൻസ് വേണം. നമ്മളിതെല്ലാം പറയുമ്പോഴും ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് തോന്നും ഞാൻ ഓൺലൈനിലേക്ക് ഇല്ല, അല്ലെങ്കിൽ ഞാൻ ഓൺലൈനിലേക്ക് എന്നെ കൊണ്ട് പറ്റുന്ന പരിപാടിയല്ല എന്നുള്ളതാണ്. അതെ, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് ആണല്ലോ, നമ്മളത് ചെയ്യുന്ന സ്ട്രീമും ട്രേഡിങ്ങിൻ്റെ വേർട്ടിക്കലും മാറുന്നു എന്നുള്ളതാണ്. ഓൺലൈനിലേക്ക് വരുന്ന ബിസിനസ്സുകാരൻ നിർബന്ധമായിട്ടും ഇതെൻ്റെ അടുത്ത ബിസിനസ്സിൻ്റെ ഒരു മോഡലായിട്ട് കണ്ട് മൈൻഡ് സെറ്റ് ചേഞ്ച് ചെയ്യാൻ തയ്യാറാവണം. അത് അടിമുടിയുള്ള മാറ്റം അയാൾക്ക് വിധേയമാവുന്നതിൽ തയ്യാറാവണം. ചേഞ്ച് ഉണ്ടാവുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഓൺലൈനിലേക്ക് ഞാൻ എൻ്റെ പ്രൊഡക്റ്റുകൾ വിൽക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അതിനാവശ്യമായിട്ടുള്ള ഒരു റിക്വയർമെൻറ്റ് അല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചുള്ള ധാരണ ഉണ്ടാവണം. ഇതിൻ്റെ ഫിക്സ്ഡ് കോസ്റ്റിനെ കുറിച്ച് ധാരണ വേണം.
ഞാൻ ബിൽഡ് ചെയ്യാൻ വേണ്ടി പോകുന്ന വെബ്സൈറ്റിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന കസ്റ്റമേഴ്സിൻ്റെ നമ്പർ എത്രയാണ്, എനിക്ക് വരാൻ വേണ്ടി പോകുന്ന ഓർഡറുകളുടെ നമ്പർ എത്രയാണ്, ഇതൊക്കെ ഡേ 1 അച്ചീവ് ചെയ്യാന്നുള്ള രീതിയിൽ ആരും വരരുത്. കറക്റ്റ്. നിങ്ങളൊരു ഷോപ്പ് തുറക്കണ പോലെ അല്ല. നമ്മളൊരു ഷോപ്പ് തുറക്കുമ്പോൾ എന്താണ് അവസ്ഥ? നമ്മളൊരു പാലാരിവട്ടത്ത് ഒരു ഷോപ്പ് തുറക്കുന്ന സമയത്ത് പാലാരിവട്ടത്ത് പരിസരത്തുള്ള ചുറ്റുമുള്ള ആളുകളൊക്കെ നമ്മുടെ ഷോറൂമിൽ ആദ്യ ദിവസങ്ങളൊക്കെ വിസിറ്റ് ചെയ്യും. നമ്മൾ മാക്സിമം മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ് ചെയ്യും ആ സമയത്ത്. നമ്മൾ ഷൗട്ട് ഔട്ട് ചെയ്യും, ജീപ്പ് അനൗൺസ്മെന്റുകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ഫ്ലയേഴ്സുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവാം, അതിൻ്റെ റെസിഡൻഷ്യൽ ഏരിയയിലൊക്കെ പോയിട്ട് നമ്മൾ ആളുകളൊക്കെ ഇൻവൈറ്റ് ചെയ്ത് പറഞ്ഞിട്ടൊക്കെ ഉണ്ടാവാം. എനിവേ നിങ്ങളൊരു റീറ്റെയിൽ ഔട്ട്ലെറ്റ് തുടങ്ങുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ സ്റ്റോറിലേക്ക് ആൾക്കാർ വന്നു തുടങ്ങുന്നുണ്ടാവും. ഇനോഗ്രേഷൻ ചെയ്യാൻ നമ്മളൊരു വലിയ ഫിലിം സ്റ്റാറിന് ചിലപ്പോൾ കൊണ്ടുവരും. ഹണി റോസിനെ കൊണ്ടുവന്നേക്കാം. പരമാവധി ക്രൗഡിനെ കൊണ്ടുവരുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളൊരു ഓഫ്ലൈൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ചെയ്തു കഴിഞ്ഞു. അതെ. എങ്ങനെയാണ് ഓൺലൈനിലേക്ക് ആളുകൾ വരിക? എങ്ങനെയാണ് ഓൺലൈനിലേക്ക് വരുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമിനെ നിങ്ങൾ ഓപ്പൺ ചെയ്തു, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ജീം ബൂംബ, നമുക്കൊരു മാജിക് സ്റ്റിക്ക് ഒന്നുമില്ല. ഇന്ന് വൈകുന്നേരം ഒരു ആഡ്സ് റൺ ചെയ്യുന്നു, പിറ്റേ ദിവസം രാവിലെ മുതൽ 100 ഓർഡേഴ്സ് 1000 ഓർഡേഴ്സ് എന്നുള്ളത്. അങ്ങനെ വരുമായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു എല്ലാവരും തുടങ്ങുകയായിരുന്നോ? അത് മാത്രമല്ല തന്നെ സുന്ദർ പിച്ചയും സക്കർബർഗും ഒക്കെ ലോകത്തെ ഏറ്റവും വലിയ ഇ-കൊമേഴ്സ് കമ്പനികളുടെ ഓണർമാരായി മാറണ്ടേ. കറക്റ്റ്. കാര്യം ആഡ്സ് റൺ ചെയ്യുന്നതിലൂടെ മാത്രം എനിക്ക് ബിസിനസ് കൊണ്ടുവരുന്നത്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഒരു റീറ്റെയിൽ അല്ലെങ്കിൽ നമ്മുടെ ഓഫ്ലൈൻ ബിസിനസ്സിലേക്ക് ഒരു കസ്റ്റമർ വരുന്നത് മുതൽ അങ്ങോട്ട് ബില്ല് ചെയ്ത് പോയി ഇനി വീണ്ടും അടുത്തൊരു ഓഫറിന് അവർ അല്ലെങ്കിൽ അടുത്ത ഒരു സീസണിൽ അടുത്തൊരു പർച്ചേസിന് റിപ്പീറ്റഡോ റെക്കറിങ്ങോ ആയിട്ട് വീണ്ടും വരുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു ബിസിനസ് ഓണർക്ക് ധാരണയുണ്ട്. ഇതുപോലെ ഓൺലൈനിൽ എൻ്റെ ബിസിനസ് ഞാൻ ആരംഭിക്കുന്ന സമയത്ത് അവിടെ വരുന്ന ആളുകൾ വന്നു കഴിഞ്ഞാൽ അവരുടെ എക്സ്പെക്റ്റേഷൻസ് അത് മീറ്റ് ആവുന്ന രീതിയിൽ എൻ്റെ കസ്റ്റമറിൻ്റെ പർച്ചേസിൻ്റെ അല്ലെങ്കിൽ ആ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള അതിൻ്റെ UI/UX മുതൽ ഫങ്ഷണാലിറ്റി മുതൽ അങ്ങോട്ട് തുടങ്ങി ചെക്കൗട്ട് ചെയ്ത് പോകുന്നത് വരെയുള്ള എക്സ്പീരിയൻസും അത് കയ്യിലേക്ക് ആ പ്രൊഡക്റ്റ് എത്തുന്നത് വരെയുള്ള ലോജിസ്റ്റിക്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിലും വീണ്ടും റിപ്പീറ്റഡ് ഓർഡറിലേക്ക് പർച്ചേസിലേക്ക് വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ഇതൊക്കെ നമ്മൾ കൊടുക്കേണ്ടി വരും. നമ്മൾ ഒരു ടാബ് ഓപ്പൺ ചെയ്താൽ നമുക്ക് ആമസോണിൽ നിന്നും മിന്ത്രയിൽ നിന്നും വാങ്ങിക്കാം. ഒരു ടാബ് ഓപ്പൺ ചെയ്യേണ്ട സമയം മാത്രമേ ഉള്ളൂ. അതെ. ഓഫ്ലൈനിൽ ഒരു ബിസിനസ്സിനകത്ത് നമ്മൾ ഓൺലൈനിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ മുൻനിര ബ്രാൻഡുകളുടെ കൂടെയാണ്. അതെ. ഇത് നമ്മളൊരു ഹിമാലയൻ ടാസ്കോ ഹെവി ടാസ്കോ ആയിട്ട് നമ്മൾ റോക്കറ്റ് സയൻസ് ആയിട്ട് കണ്ടു മാറി നിന്നാൽ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ബിസിനസ്സുകൾക്ക് ഓൺലൈനിൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഇത് നമുക്കും പോസിബിളാണ്. ഈ ബ്രാൻഡുകൾ ചെയ്യുന്ന ടെക്നോളജിയും ഈ ബ്രാൻഡുകൾ ഉപയോഗിക്കുന്ന എല്ലാ സ്ട്രാറ്റജി പാർട്ടും നമ്മുടെ നാട്ടിലെ ബിസിനസ്സുകൾക്ക് എല്ലാവർക്കും അവൈലബിൾ ആണ്. എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ്. എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റി സെയിം ആണ്. അതെ. എല്ലാവരുടെയും ആഡ്സിൻ്റെ ഡാഷ്ബോർഡ് സെയിം ആണ്. എല്ലാവർക്കും ഈ പ്ലാറ്റ്ഫോമുകളിൽ പബ്ലിഷ് ചെയ്യാൻ പറ്റുന്ന കോണ്ടന്റുകളുടെ പോസിബിലിറ്റീസ് സെയിം ആണ്. അതിനകത്ത് നിങ്ങൾ ഉപയോഗിക്കുന്ന ടീമിൻ്റെ ടാലൻറ്റും ക്രിയേറ്റിവിറ്റിയും സ്ട്രാറ്റജി പാർട്ടൊക്കെയാണ് വ്യത്യസ്തമായി നിൽക്കുന്നത്. അതെ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ CDയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അൺഅക്കാഡമിയുടെ ഡാഷ്ബോർഡിൻ്റെ അകത്തും CDയുടെ ഡാഷ്ബോർഡിൻ്റെ അകത്തും വലിയ വ്യത്യാസം ഉണ്ടെന്ന് ഞാൻ വിചാരിക്കണില്ല. പക്ഷേ അൺഅക്കാഡമി വളരെ പോപ്പുലർ ആയിട്ടുള്ള ബ്രാൻഡാണ്. CDയുടെ ഒക്കെ വരുന്ന സമയത്തും അപ്പോൾ നമ്മുടെ വേ ഫോർവേഡ് പ്ലാൻ, നമ്മുടെ വിഷൻ ഇതിനോട് മാച്ചിങ് ആവുന്ന രീതിയിൽ ഈ പ്ലാറ്റ്ഫോമുകളൊക്കെ ഉപയോഗിക്കാൻ നമുക്ക് പറ്റണം എന്നുള്ളതാണ്. 1% അല്ലെങ്കിൽ ഇ-കൊമേഴ്സ് ഷോയിലൂടെ നിങ്ങൾ ചെയ്യുന്നതും ഇത് സാധാരണക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ്. ഇത് നിങ്ങൾക്കും പോസിബിൾ ആണ്. അത് ചേഞ്ച് ആവാനുള്ള മൈൻഡ് സെറ്റും അത് പഠിക്കാനുള്ള വില്ലിങ്നെസ്സും ഉണ്ടെങ്കിൽ, നിങ്ങൾ എഫേർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കാര്യം ഉറപ്പാണ്, ഏത് കാര്യവും നമ്മൾ ചെയ്യിപ്പിക്കുമ്പോൾ നമുക്കത് ഇനീഷ്യലി നമുക്കതിനെക്കുറിച്ചുള്ള ചെയ്യിക്കാനുള്ള ധാരണ നോളജ് ഉണ്ടാവണം എന്നുള്ളതാണ്. അത് മാത്രമേ ബിസിനസ്സുകാർ ഉണ്ടാക്കേണ്ടതുള്ളൂ. അതാണ് നമ്മൾ ഈ മൊത്തം പോഡ്കാസ്റ്റിൽ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇതൊന്നും റോക്കറ്റ് സയൻസ് അല്ല. ഇതൊക്കെ ആർക്കും ചെയ്യാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ എന്തുകൊണ്ടോ മേ ബി എനിക്ക് തോന്നുന്നത് ചിലർ ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് പറ്റിക്കപ്പെടുന്നതാണോ, അല്ലെങ്കിൽ നമുക്ക് ആമസോൺ പോലല്ല അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് പോലല്ല. ആമസോൺ ഫ്ലിപ്കാർട്ടൊന്നും അവിടം വരെ പോണ്ട. ഇപ്പം 10 മിനിറ്റിനോട് നമുക്ക് വീട്ടിൽ ഗ്രോസറി കിട്ടും. അതെ. സ്വിഗ്ഗി, ഇൻസ്റ്റാമാർട്ട്, ഇവിടെ ബിഗ് ബാസ്ക്കറ്റ് 7 മിനിറ്റ്സിനോട്. ഞാൻ ആക്ച്വലി ഇന്നലെ ഞാൻ വേ പ്രോട്ടീൻ കഴിക്കാറുണ്ട്. അപ്പോൾ ഒരാഴ്ചയായിട്ട് എറണാകുളത്തായതുകൊണ്ട് ഇതൊന്നും നടക്കണില്ല. പ്രോട്ടീൻ ബാറാഞ്ച വാങ്ങിക്കാനും മറന്നുപോയി. ഹോൾ ട്രൂത്ത് ഫുഡ്സ് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ സാധനം ഞാൻ കഴിക്കാറുള്ളൂ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ 2 ദിവസം കൊണ്ട് ആമസോണിന് കിട്ടും. അപ്പോൾ ഇതെന്തായാലും എനിക്ക് വേണം. അപ്പോൾ ചുമ്മാ സ്വിഗ്ഗിൻ്റെ ഇൻസ്റ്റാമാർട്ടിൽ കയറിയിട്ട് നോക്കിയപ്പോൾ ഹോൾ ട്രൂത്ത് ഫുഡ്സിൻ്റെ സാധനം ഉണ്ടല്ലോ. അപ്പം തന്നെ വാങ്ങിച്ചു. 5 മിനിറ്റിനോട് സാധനം ഡോർ സ്റ്റെപ്പിൽ. ഇതുപോലെ എറണാകുളത്ത് എത്തുന്ന ഒത്തിരി പേരുണ്ടെന്ന് സ്വിഗ്ഗിക്ക് അറിയാം. ഈ പ്രോബ്ലത്തെ സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ സൊല്യൂഷൻ അവിടെ സെറ്റാണ്. അതെ. ഇന്നലെ ഈ ദിവസം ഒരാൾ മാത്രം ആയിരിക്കില്ലല്ലോ ഇത് വാങ്ങിയിട്ടുണ്ടാവുക. അല്ല, ക്ലിയർ ആണത്. 10 മിനിറ്റ്. അതായത് ഞാൻ മനസ്സിലാക്കി ഈവൻ കസ്റ്റമേഴ്സിന് പോലും. ശാന്തനുവിൻ്റെ ഒരു പോഡ്കാസ്റ്റ് ഉണ്ട്, ബോംബെ ഷെയിൻ കമ്പനി. ശാന്തനുവിൻ്റെ ഒരു പോഡ്കാസ്റ്റിൽ പറയുന്നുണ്ട്, അവർ ഡൽഹിയിലോ ബോംബെയിലോ ലോഞ്ച് ചെയ്തു ഇൻസ്റ്റാമാർട്ടിൽ.
ലോഞ്ച് ചെയ്ത ഉടനെ തന്നെ ആ ദിവസം എനിക്ക് തോന്നുന്നു ദേ ഗോട്ട് 50 ഓർഡേഴ്സ് ഫോർ ട്രിമ്മേഴ്സിന് മാത്രം. ട്രിമ്മേഴ്സിന് പിന്നെ ഷേവിങ് സെറ്റ് അല്ല, ട്രിമ്മർ നമ്മൾ 2, 3, 4 കൊല്ലം കൂടുമ്പോൾ ഒരിക്കലും വാങ്ങിക്കുന്ന സാധനമാണ്. ആർക്കാണ് അത് 10 മിനിറ്റിനോട് വേണ്ടത്? അതായത് കസ്റ്റമേഴ്സിന് കാത്തു നിൽക്കാനുള്ള സമയമില്ല. എത്രയും പെട്ടെന്ന് എനിക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആ സാധനം കിട്ടണം. കൺവീനിയൻസ്. ഈ പ്ലാറ്റ്ഫോംസ് ഒക്കെ വന്ന് കൺവീനിയൻസ് കൂട്ടി മൈൻഡ് സെറ്റ് ചേഞ്ച് ചെയ്ത് പോയിട്ടുണ്ട്. അതായത് ഒരു കാറ്റഗറി ഓഫ് കസ്റ്റമേഴ്സിന് ഓഫ്ലൈൻ തന്നെ വേണം, ഒരു കാറ്റഗറി ഓഫ് കസ്റ്റമേഴ്സ് ഓഫ്ലൈൻ ഓൺലൈൻ. പക്ഷെ വേറൊരു കാറ്റഗറി ഓഫ് കസ്റ്റമേഴ്സ് വരുന്നുണ്ട്. അതായത് അവർക്ക് ഓൺലൈൻ മാത്രം മതി. അവർ കണ്ടന്റ് കണ്ടിട്ടും അവരെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് സാധനം കണ്ടിട്ടും ഒക്കെയാണ് ഒരു ബ്രാൻഡിനെ കുറിച്ച് പഠിക്കുന്നത്. കുറച്ച് അവർ അതിന് പർച്ചേസിന് റെഡി ആകുമ്പോൾ ജസ്റ്റ് ഗോ ഏറ്റവും ഈസി ഏത് പ്ലാറ്റ്ഫോമാണ് അടിപൊളിയായിട്ട് സാധനം കിട്ടുക. ഓക്കെ, എനിക്ക് ഇൻസ്റ്റാമാർട്ടിന് വാങ്ങിക്കാം. അവിടെ ചിലപ്പോൾ കുറച്ച് റേറ്റ് കൂടുതലാണെങ്കിൽ ഞാൻ വേഗം പോയിട്ട് ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ നോക്കും. ഇനി നല്ലൊരു ബ്രാൻഡാണ്, നല്ലോണം കണ്ടന്റ് ചെയ്യുന്നുണ്ട്, ഹോൾ ട്രൂത്ത് ഫുഡ്സ് പോലെ. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ബ്രാൻഡ് ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ബിക്കോസ് ദേ പ്രൊവൈഡ് ക്ലീൻ ഫുഡ്. അതായത് വളരെ ക്ലിയർ ആയിട്ട് അവരുടെ ബാക്കിൽ ഫുഡ് ഫാർമറൊക്കെ പറയുന്ന പോലെ കറക്റ്റായിട്ട് ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റും കാര്യങ്ങളൊക്കെ. സ്പോൺസർഷിപ്പ് ഉണ്ടോ? അല്ല, ഞാൻ ശശാങ്കന് അയച്ചു കൊടുക്കാം. ഇമെയിലിൽ കോണ്ടാക്ട് ഉണ്ട്. പക്ഷെ മൂപ്പര് നമുക്ക് നോക്കാം, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ഹോൾ ട്രൂത്ത് ഫുഡ്സിൻ്റെ ഡയറക്റ്റ് വെബ്സൈറ്റിനാണ് വാങ്ങിക്കാറ്. ജസ്റ്റ് ബിക്കോസ് ഐ ലവ് ദ ബ്രാൻഡ്. ഇത്ര ഭംഗിയായിട്ട് നിങ്ങൾ ആ പ്രൊഡക്റ്റിനെ എൻഡോസ് ചെയ്തു, നിങ്ങൾ ആ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന ഒരാളായതുകൊണ്ടും നിങ്ങൾ അതിൽ സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ടാണ്. അതെ, നമ്മൾ ഇതേ ലോജിക്ക് ഉപയോഗിച്ച് തന്നെ ബിസിനസ്സുകാർ മനസ്സിലാക്കേണ്ടത്, ഇതേ രീതിയിൽ നിങ്ങൾക്ക് റെലവെൻ്റ് ആയിട്ടുള്ള സ്പീക്കേഴ്സിൻ്റെ അടുത്ത്, കോണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെ അടുത്ത് നിങ്ങൾ പ്രൊഡക്റ്റ് എൻഡോസ് ചെയ്യാം. നമ്മൾ ഈ സംസാരിക്കുന്ന വീഡിയോയുടെ, ഈ പബ്ലിഷ് ചെയ്യുന്ന വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ഒരു ലിങ്ക് കൊടുക്കുകയാണെങ്കിൽ അതിനൊരു അഫിലിയേറ്റ് കമ്മീഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ട് ഇനി ആരെങ്കിലും ഇത് വാങ്ങിക്കുകയാണെങ്കിൽ നമ്മുടെ പോക്കറ്റിലേക്ക് പണം വന്നു. അതെ, നമ്മൾ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ നമ്മൾ ഈ ഡിജിറ്റലിലെ പലതിനെയും നമ്മൾ ടൂ ടെക്നിക്കലായിട്ട് അപ്രോച്ച് ചെയ്തത് കൊണ്ടാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഇ-കോമേഴ്സ് ഉൾപ്പെടെയുള്ള നിങ്ങളുടെ ഈ ആക്ടിവിറ്റീസിലൊക്കെ ആളുകളെ ഹെൽപ്പ് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു അപ്ലിക്കേഷൻ ലെവലിൽ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളത് കൂടിയാണ്. അതെ, അത് ഇപ്പം ഞാൻ ഹോൾ ട്രൂത്ത് ഫുഡ്സിൻ്റെ ആരാധകനായി അല്ലെങ്കിൽ ഐഡിൻ്റെ ആരാധകനായിട്ട് ആയത് അവരെ ഫൗണ്ടർ ഡയറക്റ്റ്ലിയാണ് സംസാരിക്കുന്നത്. അതെ, ഫൗണ്ടർ വിസിബിൾ ആണ്. ഞാൻ കണ്ടിടത്തോളം കുറേ ട്രഡീഷണൽ ബിസിനസ്സിന് ഫൗണ്ടർ ആരാന്ന് പോലും ചില സമയത്ത് അറിയാറില്ല. അപ്പോൾ ഇവരൊക്കെ മുന്നിലേക്ക് വന്നിട്ട് ദേ ആർ പുട്ടിങ് ദംസെൽഫ് ഇൻ ലൈൻ ഓഫ് ഫയർ എന്ന് പറയാം. അതെ, എന്തെങ്കിലും പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ വെടി നേരെ ഒരു കൊള്ളും. അതെ അതെ. അപ്പോൾ അവരെന്ത് ചെയ്യും? അവർ വളരെ ക്ലിയർ കട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ പറയും. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ലോകത്തെ ഏത് ലുലുമാളിൽ പ്രശ്നം നടന്നു കഴിഞ്ഞാലും അത് നമ്മൾ നേരെ പോകുന്നുണ്ടാവുക MA യൂസഫ് അലിയിലേക്ക് ആയിരിക്കും. അതെ, നമ്മൾ പറയാറുണ്ട്, ഈ ഫേസ് ഓഫ് ദ കമ്പനി ക്യാൻ ചേഞ്ച് ദ ഫേസ് ഓഫ് ദ കമ്പനി എന്ന് പറയും. ഒരു ബ്രാൻഡിന്റെ മുഖം ആരാണെന്നല്ല. ഇപ്പൊ പതഞ്ജലി പറയുമ്പോൾ നമുക്ക് വരുന്നൊരു മുഖമുണ്ട്, ലുലു പറയുന്ന സമയത്ത് നമുക്കൊരു മുഖമുണ്ട്, ഇതുപോലെ ബോംബെ ഷേവിംഗ് കമ്പനി പറയുന്ന സമയത്ത് ഒരു ഫേസ് ഫ്രണ്ടിലുണ്ട്. അപ്പോൾ ബ്രാൻഡിന് ഫേസും ആവശ്യമാണെന്നുള്ളതാണ്. ഒരു ഓൺലൈൻ സ്റ്റോർ ബിൽഡ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഇതൊക്കെയും കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. മാത്രമല്ല, നമ്മളൊരു ബിസിനസ് ബിൽഡ് ചെയ്തു, ഒരു ഓൺലൈൻ സ്റ്റോർ ബിൽഡ് ചെയ്തു, ഏതെങ്കിലും ഒരു ഏജൻസിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിയോ ഇത് ഏൽപ്പിച്ചാൽ അവരിത് മുഴുവൻ ഷോ റൺ ചെയ്യും എന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യരുത്. മാർക്കറ്റിംഗ് ഏജൻസിയാണ് നമ്മൾ ഏൽപ്പിച്ചതെങ്കിൽ അവരുടെ അടുത്ത് മാർക്കറ്റിംഗ് റിലേറ്റ് ചെയ്തിട്ടുള്ള KPIs നമ്മൾ പ്രതീക്ഷിക്കാൻ പാടുള്ളൂ. അവിടെ എന്താണ് ഇവരെ നമ്മൾ മെഷർ ചെയ്യേണ്ടത്, ആ മെഷർ ചെയ്യാനുള്ള നോളജാണ് ബിസിനസ്സുകാർ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഈ നോളജ് എവിടെ നിന്ന് ഉണ്ടാക്കാൻ പറ്റും? സ്വാഭാവികമായിട്ടും നമ്മൾ ഓൺലൈനിൽ ഒരു പ്രൊഡക്റ്റ് വിറ്റ് തുടങ്ങുന്ന സമയം മുതൽ ഇതെങ്ങനെ വിറ്റു, എങ്ങനെയാണ് ഈ സെയിൽ വന്നത്, എവിടെ നിന്നാണ് ഇതിൻ്റെ ട്രാഫിക്കിൻ്റെ സോഴ്സ്, നമ്മൾ അവിടെ നിന്ന് ലേൺ ചെയ്യാണ്. 2 വിൽക്കുന്നു, 20 വിൽക്കുന്നു, 20 200 വിൽക്കുന്നു, 2000 വിൽക്കുന്നു എന്ന് പറയുന്നതൊക്കെ ലോജിക്കായിട്ട് നമുക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. നമ്മൾ ചെയ്തു തുടങ്ങുന്നതിലെടുത്ത് മാത്രമേ ഈ നോളജ് ഉണ്ടാവുന്നുള്ളതാണ്. ഇനീഷ്യലി നമുക്കൊരു ഹെവി ഇൻവെസ്റ്റ്മെൻറ്റും അല്ലെങ്കിൽ വലിയ രീതിയിൽ നമുക്കൊരു ബഡ്ജറ്റും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മൾ ഓഫ്ലൈനിലോ അല്ലാതെയോ നമ്മൾ വിറ്റ് തുടങ്ങിയ നമ്മുടെ ഏതെങ്കിലും പ്രോഡക്റ്റുകളെ നമുക്ക് ഓൺലൈനിലേക്ക് വിൽക്കണം എന്നുള്ള ഒരു നീഡിനെ, ഒരു ത്വരയെ നമ്മൾ മനസ്സിലുണ്ടാക്കി നമ്മൾ അതിനുവേണ്ടി ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് എല്ലാ ദിവസവും നിങ്ങൾ നേരത്തെ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ എവിടെ നിന്ന് പഠിക്കുമെന്ന് വെച്ചാൽ ചെയ്ത് പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. അല്ല, അത് എനിക്കറിയാം. നമ്മളൊക്കെ ചെയ്ത് പഠിക്കാമല്ലോ. അപ്പം നിങ്ങൾ ഇത്രയും കൂടുതൽ ബ്രാൻഡുകളെ കൂടെ വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ എത്രത്തോളം ഡെയിലി പഠിക്കേണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഞാൻ നോക്കണത് ഇതിനൊരു ഫാസ്റ്റ്, കാരണം ഓഫ്ലൈൻ ബിസിനസ്സുകൾക്ക് നോർമലി അവരുടെ അടുത്ത് കാശുണ്ട്. പക്ഷെ ഈ ഓൺലൈൻ എന്താണെന്ന് അറിയാത്തത് കൊണ്ട്, ഡിജിറ്റൽ എന്താണെന്ന് അറിയാത്തത് കൊണ്ട്
അവിടെ മടിച്ചു നിൽക്കുന്നത്. അതായത് ആ ഒരു ഇൻഫർമേഷൻ അവരെടുത്തില്ല. ഇതിനൊരു ഫാസ്റ്റ് ട്രാക്ക് ഉണ്ട്, ഇത് ചെയ്ത് എത്താം, ബട്ട് ദാറ്റ് വിൽ ടേക്ക് ഇയേഴ്സ്. അല്ല, അത് വർഷങ്ങളില്ലാതെ പറ്റുമെന്നാണ് ഞാൻ പറയുന്നത്. അത്രയും അങ്ങനെ ഒരു സമയം എടുത്ത് പഠിക്കേണ്ട ഒന്നായിട്ടല്ല ഞാൻ ഇതിനെ കാണുന്നത്. ഒരു ബിസിനസ്സുകാരൻ അല്ലെങ്കിൽ ഒരു ഓൺട്രപ്രണർ എന്ന രീതിയിൽ പുതിയൊരു ഏരിയയിലേക്ക് അയാൾ വരുന്ന സമയത്ത് ചില കാര്യങ്ങൾ അയാൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കൽ നിർബന്ധമാണ്. അതിലൊന്നാണ് ഈ ഓൺലൈൻ ബിസിനസ്സിലേക്ക് വരുമ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കാര്യങ്ങളുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. അയാൾ അത് ഇരുന്ന് ചെയ്യണം, അതിന്റെ പിറകിൽ അയാൾ നിൽക്കണം എന്നല്ല ഞാൻ പറയുന്നു. നമ്മളൊരാളെ ഹയർ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ഏജൻസിയെ വെച്ച് കഴിഞ്ഞാൽ, ഒരു ടീമിനെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ മെഷർ ചെയ്യാൻ പറ്റുന്ന ചില KPIs കുറിച്ചുള്ള ധാരണ ബിസിനസ് ഓണേഴ്സിന് വേണമെന്നുള്ളതാണ്. അതിനൊരുപാട് ഹെൽപ്പ് ചെയ്യും ഈ ഇ-കോമേഴ്സ് ഷോ ഒക്കെ എന്ന് ഞാൻ കരുതാണ്. അത് തന്നെയാണ് നമ്മളെ ഉദ്ദേശവും. കാരണം കുറേ ബിസിനസ്സുകൾ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ഡിജിറ്റൽ മാർക്കറ്റർ വേണം എന്ന് പറഞ്ഞിട്ട് ഒരു ഡിജിറ്റൽ മാർക്കറ്റർ ഹയർ ചെയ്യും. എന്താണ് അവർ പഠിച്ചത് എന്നോ, എന്താണ് അവർ ചെയ്തത് എന്നോ, എന്തൊക്കെ അവർക്ക് അറിയാം. അതായത് ഇപ്പം നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാനത് ഫിഗർ ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. നമ്മൾ ചില കമ്പനികളുണ്ട്, കുറേ കമ്പനികൾ കുറച്ചൊന്നായിട്ട് വളർന്നു കഴിഞ്ഞാൽ അവർ കൺസൾട്ടൻസിനെ വെക്കും ഹയറിങ് ചെയ്യാൻ. അതായത് എനിക്കൊരു CFO ആണ്, എനിക്ക് ഇത്രേ അറിയുള്ളൂ. ഫൈനാൻസ് എനിക്ക് ആകെ കൂടി സാധനം വാങ്ങിക്കുക വിൽക്കുക, ഇത് മാത്രമേ അറിയുള്ളൂ. പക്ഷെ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ, ശരിക്കും ഫൈനാൻസസ് മാനേജ് ചെയ്യാൻ യു ക്യാൻ മേക്ക് എ ലോട്ട് ഓഫ് പ്രോഫിറ്റ്സ് ദർ. അപ്പൊ അത് ഹയർ ചെയ്യാൻ ഒരു റിക്രൂട്ട്മെന്റ് ഏജൻസിനെ അപ്പോയിന്റ് ചെയ്യും. മേ ബി ഇതായിരിക്കാം സൊല്യൂഷൻ. അതായത് നിങ്ങൾ ആ ഫസ്റ്റ് ഹയർ, കാരണം എന്തായാലും ഡയറക്റ്റ്ലി ഈ ഓൺലൈൻ ബിസിനസ് ചെയ്യാനുള്ള സമയം ആസ് എ ബിസിനസ് ഓണർ അത്യാവശ്യം നല്ല രീതിയിൽ ഓഫ്ലൈൻ ചെയ്യുന്ന സമയമല്ല. പക്ഷെ നല്ലൊരു ഹയർ ചെയ്താൽ, ടീം ബിൽഡ് ചെയ്യുന്നതിലൂടെ മാത്രം തന്നെയാണ് നമുക്ക് 100% ഈ ബിസിനസ്സിന് നമ്മുടെ കൺട്രോളിൽ, നമ്മൾ ഉദ്ദേശിക്കുന്ന സ്കെയിലിൽ, നമ്മൾ ഉദ്ദേശിക്കുന്ന സെയിൽസിൽ ഇതിനെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റുള്ളൂ. അതെ, നിർബന്ധമാണത്. അപ്പോൾ ആ ഫസ്റ്റ് ഹയർ ആണ് ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ആരെ എടുക്കുന്നു, ആ ആളെ എടുക്കുമ്പം എനിക്ക് തോന്നുന്നത് ഒരു കൺസൾട്ടൻസിനെ അപ്രോച്ച് ചെയ്യണം. അതായത് റിക്രൂട്ട്മെൻറ്റ് കൺസൾട്ടൻസി, ഇതേപോലത്തെ ഓൺലൈൻ ബിസിനസ്സുകൾക്ക് ആളെ എടുത്തു കൊടുക്കുന്ന റിക്രൂട്ട്മെന്റ് കൺസൾട്ടൻസി. അതെ, ഓൺലൈനിൽ ഇപ്പോൾ പൊതുവെ നമ്മുടെ നാട്ടിലെ കൺസൾട്ടന്റുമാർ നമ്മൾ പഴക്കം ചെന്ന വളരെ കാലം എക്സ്പീരിയൻസ് ഉള്ള ആളുകളൊക്കെ എടുക്കും. ഇപ്പം ഇവർ ചില എഴുതി വെച്ച ചില റൂളുകളൊക്കെ ഉണ്ട്. ഇപ്പം ടെക്നിക്കൽ കോസ്റ്റ് ഇത്ര % പാടുള്ളൂ. ഒരു കാരണവശാലും ആ പെർസെൻറ്റേജ് വെച്ചിട്ട് നമുക്കൊരു ഓൺലൈൻ സ്റ്റോർ ബിൽഡ് ചെയ്യാനുള്ള ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് പോലും ആയിക്കൊള്ളണമെന്നില്ല. അതെ, അങ്ങനെ സമയത്ത് ന്യൂജൻ അല്ലെങ്കിൽ നമ്മുടെ പുതിയ കാലത്തെ കൺസൾട്ടൻസി സർവീസുകളിലെ വലിയ വ്യത്യാസം ഭയങ്കര പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. അതായത് ആ ബിസിനസ്സിൻ്റെ യഥാർത്ഥ പെയിൻ പോയിന്റുകൾ അഡ്രസ്സ് ചെയ്യുന്ന, പ്രോബ്ലത്തെ, ചലഞ്ചസുകളെ ഫേസ് ചെയ്യുന്നതിനെ അതിന് സൊല്യൂഷൻസ് കൊടുക്കുന്ന കൺസൾട്ടൻസികളും എമർജ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ കൺസൾട്ടൻസി നമ്മൾ നോക്കുന്ന സമയത്ത് അത് ഒരുപാട് പഴക്കം ചെന്ന കൺസൾട്ടൻസി ആവണമെന്ന് നിർബന്ധമില്ലെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. കറക്റ്റ്. അതേ സമയത്ത് നമുക്ക് പല കാര്യങ്ങളിലും തീരുമാനം എടുക്കാൻ നേരത്തെ അത്തരം പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കൺസൾട്ടന്റുമാരും കൺസൾട്ടൻസിയും നമുക്ക് ആവശ്യമാണ്. ശരിക്കും ഒരു ബിസിനസ് ഓണർക്ക് വേണ്ടത് ഈ ഡിസിഷൻ മേക്കിങ്ങിൽ ഏതൊക്കെ ഡിസിഷൻസുകൾ എടുക്കണം, ഏതൊക്കെ സമയത്ത് എടുക്കണം എന്നുള്ളതാണ്. മറ്റുള്ളതൊക്കെ നമുക്ക് ഔട്ട്സോഴ്സ് ചെയ്യാവുന്നതും ഹയർ ചെയ്യാവുന്നതും നമുക്ക് ഉപയോഗിക്കാവുന്നതൊക്കെ തന്നെയാണ്, എസ്പെഷ്യലി ഓൺലൈൻ ബിസിനസ്സുകളുടെ കേസിലേക്ക് വരുന്ന സമയത്ത്. കറക്റ്റ്. ഞാൻ നോർമലി അപ്പം ചെയ്യുന്നൊരു അപ്രോച്ച് ഉണ്ട്. അതായത് അവരെ ക്ലയൻസ് ആരാ നോക്കും. ഇപ്പം ഏത് ബിസിനസ് ചെയ്യുകയാണെങ്കിലും, ആരെ കൂടെ വർക്ക് ചെയ്യുകയാണെങ്കിലും അവരെ ക്ലയൻസ് ഏതൊക്കെയാണ്. എന്നെ പോലെയല്ല എത്ര ബിസിനസ്സുകൾക്ക് അവർ സെർവ് ചെയ്തിട്ടുണ്ട്. മിക്കവാറും ആ ബിസിനസ് ഓണേഴ്സിനെ ഞാൻ അറിയാൻ മതി. ഞാൻ നേരെ ഫോൺ എടുക്കും, അവരെ വിളിക്കും, ഇതാ ഞാൻ ഇവരെ ഹയർ ചെയ്യാണ് ഇന്ന സാധനത്തിന്, എന്താ അവസ്ഥ, നിങ്ങൾക്ക് വല്ല മെച്ചമുണ്ടോ? ഇതാണ് ഏറ്റവും അത് ഒരു 10 മിനിറ്റിനോട് നിങ്ങൾക്ക് തീരുമാനവും വരെ വേണ്ടത്. ഏജൻസി ആണെങ്കിലും കൺസൾട്ടൻസി ആണെന്നുണ്ടെങ്കിലും ആ സെലക്ഷൻ പ്രോസസ്സിൽ ബിസിനസ്സിനും ഏജൻസിക്കും ഇന്ന് ആ സ്കോപ്പ് ഉണ്ട്. നമ്മുടെ നാട്ടിൽ അത്യാവശ്യം ഏജൻസികളും കൺസൾട്ടൻസികളും ഒക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിലെ ബിസിനസ്സുകാരും അത്തരം കാര്യത്തിൽ ഇപ്പം ഓപ്പൺ മൈൻഡഡ് ആണ്. ഇവൻ ദോ അതൊരു കോമ്പറ്റീറ്റർ ആണെങ്കിൽ പോലും പ്രീവിയസ്ലി അവർക്കൊരു സർവീസ് കൊടുത്തൊരു ഏജൻസിയെ കുറിച്ചൊന്ന് അന്വേഷിക്കാൻ തെറ്റൊന്നുമില്ല. അങ്ങനെ ഒരു കൾച്ചർ നമ്മുടെ നാട്ടിൽ ഓൺടർപ്രണേഴ്സിൻ്റെ ഇടയിൽ വന്നിട്ടുണ്ട്, ബിസിനസ് ഓണേഴ്സിൻ്റെ ഇടയിൽ വന്നിട്ടുണ്ട്. അതെ, ഈ കോമ്പറ്റീഷൻ വിട്ട് കൊളാബറേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പരസ്പരം സപ്പോർട്ടീവായിട്ട് നിൽക്കുക എന്നുള്ളത്, മാർക്കറ്റിനെ കീപ്പ് ചെയ്യുക, മാർക്കറ്റ് കോമ്പറ്റീഷൻസിനെ ഫേസ് ചെയ്യുക എന്നുള്ളത്. മാർക്കറ്റിന്റെ സൈസ് ഒരുമിച്ചായിട്ട് കൂട്ടിയാൽ മതിയല്ലോ. തീർച്ചയായും. നമുക്കൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ഇതിനകത്ത് കംപ്ലീറ്റ് കോമ്പറ്റീറ്റേഴ്സാ. പിന്നെ SEO ചെയ്യുന്ന ഒരു 10 ആളുണ്ടാവും, പിന്നെ പെയ്ഡ് മാർക്കറ്റിംഗ് ചെയ്യുന്ന വേറെ 10 ആൾക്കാരുണ്ടാവും, ചിലപ്പോൾ ഒരേ ആപ്പ് വിൽക്കണ വേറെ 5 പേരുണ്ടാവും. പക്ഷേ മാർക്കറ്റ് ഈസ് സോ ബിഗ് ദാറ്റ് ഇവർക്കൊക്കെ ബിസിനസ് ഉണ്ട്. ഇപ്പൊ നിങ്ങൾ അന്ന് പറഞ്ഞൊരു വാക്ക് എനിക്ക് ഓർമ്മ ഉണ്ട്, ഞാൻ ഈ കൊല്ലം 25 ക്ലയന്റ് എടുക്കുള്ളൂ. അല്ലെ, അതെന്റെ ലിമിറ്റേഷൻ ആണ്, എന്റെ കപ്പാസിറ്റി കുറവാണ്,
25-ന് മുകളിൽ ഞാൻ ചെയ്ത് നോക്കിയപ്പം ഫെയിൽ ആയപ്പോഴാണ് ഞാൻ 25 നമ്പേഴ്സിലേക്ക് കുറച്ചത്. അപ്പോൾ അവിടെയും ഷാൻ ഭായ് പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റിൽ ഓപ്പർച്യൂണിറ്റി വളരെ വലുതാണ്. അതെ, ഞാൻ നേരത്തെ 25-ലധികം പ്രൊജക്ട്സിൽ വർക്ക് ചെയ്ത സമയത്ത് എന്താണെന്നുള്ളത് ഞാൻ തിരിഞ്ഞു നോക്കി. അപ്പോഴാണ് ഞാൻ തീരുമാനിച്ചത് എനിക്ക് ഇതല്ല കേട്ടോ വേണ്ടത്, ഈ നമ്പേഴ്സ് ഞാൻ കൂടുതൽ പോകുന്നതല്ല എൻ്റെ ഗ്രോത്ത്, നമ്പേഴ്സ് ഞാൻ കുറയ്ക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അവിടെ ആ ഒരു 25 എന്നുള്ള നമ്പേഴ്സിലേക്ക് ഞാൻ വെച്ചത് എനിക്ക് എത്ര പേരെ എൻ്റെ ഓഫീസിൻ്റെ അകത്ത് കൊണ്ടുവരാൻ പറ്റും, എത്ര പേരെ വർക്ക് ഫ്രം ഹോമിൽ വെക്കാൻ പറ്റും, എത്ര ടൂൾസ്, എത്ര ഇൻവെസ്റ്റ്മെൻറ്റ് അതിന് വേണ്ടി വരും, ഇതൊക്കെ വെച്ചിട്ട് ആ സർവീസ് കൊടുക്കാൻ ആവശ്യമായിട്ടുള്ളൊരു റിസോഴ്സസും ടീമിനെയും വെച്ചുകൊണ്ടാണ് ഞാൻ 25 എന്ന നമ്പറിലേക്ക് എത്തിയത്. അതെ, അതൊരു ഫാൻസി നമ്പർ ആയതുകൊണ്ടല്ല. ഫാൻസി നമ്പർ അല്ല. അത് പറഞ്ഞപ്പം എനിക്ക് ആക്ച്വലി നിങ്ങളെ പറ്റിയുള്ള ഇംപ്രഷൻ ആക്ച്വലി കൂടിയിട്ടേ ഉള്ളൂ. കാരണം വളരെ ക്ലിയർ കട്ടായിട്ട് അറിയാം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്ത് ചെയ്യാൻ പറ്റില്ല. അപ്പം ആ 25-ൽ അതാ ഞാൻ പലപ്പോഴും ബിസിനസ് ഓണേഴ്സിനോ പറയുന്നുണ്ട്, നിങ്ങൾ ചിലപ്പോൾ ഏജൻസീനായിരിക്കില്ല വെറ്റ് ചെയ്യുക, നിങ്ങൾ അറിയ പോലും ഇല്ല, അവർ നിങ്ങളെ വെറ്റ് ചെയ്യും. ഒരു 4 ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴത്തേക്ക് അവർക്ക് മനസ്സിലാവും ഇവരെ കൂടെ വർക്ക് ചെയ്യണോ വർക്ക് ചെയ്യേണ്ടതെന്ന്. നഷ്ടം ബിസിനസ് ഓണർക്കായിരിക്കും, ആ ഏജൻസീനെ അവർക്ക് കിട്ടൂല. അപ്പോൾ എനിവേസ്, പിന്നെ അടുത്തൊരു ചോദ്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഓൺലൈനിന് ഇവരാരും ബഡ്ജറ്റ് കരുതുന്നില്ല എന്നുള്ളത് ഞാൻ കണ്ട്. ഗോളൊക്കെ സെറ്റ്, ഗോള് വെരി ജൈജാൻറ്റിക് ഗോൾ, നമുക്ക് ഓൺലൈനിലേക്ക് പോകണം, നമുക്ക് ഓഫ്ലൈനിൽ ഇത്രയും സ്റ്റോർ ഇടണം. പക്ഷെ ഞാൻ പലപ്പോഴും കണ്ടത് ക്യാപെക്സ് ഉണ്ടാവില്ല. ഓൺലൈനിൽ അവരൊരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കാണില്ല. ഇതിനെപ്പറ്റി എന്താണ് ഉദയഫിൻ്റെ അഭിപ്രായം? ഓൺലൈനിൽ നമ്മൾ എൻ്റെ മുന്നിൽ വരുന്ന ബിസിനസ്സുകാരാണെന്നുണ്ടെങ്കിൽ ഞാൻ അവരോട് ഈ ബഡ്ജറ്റ് ചോദിക്കാറുണ്ട്. നമുക്ക് എത്ര രൂപ വരെ ഈ ഓൺലൈൻ നമ്മൾ ഇ കൊമേഴ്സ് സ്റ്റോർ ബിൽഡ് ചെയ്യുന്നതിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം അവരൊരു ഫിഗർ പറയും. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഒരു ജനറേഷൻ ഗ്യാപ്പിൻ്റെ ബുദ്ധിമുട്ട് കൂടി അവിടെ ഉണ്ട്. അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം നമ്മൾ ഓൺലൈനിൽ എല്ലാ കാര്യങ്ങളും ഉപയോഗിച്ചത് ഫ്രീ ആയിട്ടാണ്. അതായത് നമ്മൾ ആപ്പ് സ്റ്റോറും പ്ലേ സ്റ്റോറും ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുന്ന ആപ്പുകളൊക്കെ നമുക്ക് ഫ്രീ ആയിരുന്നു. നമ്മൾ ഡിസൈനിങ് ടൂളായിട്ടാണെങ്കിലും, നമ്മൾ ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ ഉപയോഗിച്ച ടൂളുകൾ, നമ്മൾ വീഡിയോ കാണാൻ ഉപയോഗിച്ച ടൂളുകൾ, പ്ലാറ്റ്ഫോംസുകൾ, നമ്മൾ മ്യൂസിക് കേൾക്കുന്ന പ്ലാറ്റ്ഫോംസുകൾ, ഇതൊക്കെ നമ്മൾ ഫ്രീ ആയി ഉപയോഗിച്ചു. ഇതൊക്കെയും നമ്മൾ ഫ്രീ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഓൺലൈനിൽ കിട്ടുന്ന എല്ലാ കാര്യങ്ങളും ഫ്രീ ആയിരിക്കും, അല്ലെങ്കിൽ അത് കോസ്റ്റ് എഫക്റ്റീവ് എന്നതിൻ്റെ അപ്പുറത്തോട്ടേക്ക് ചീപ്പാണ് എന്നുള്ള തോന്നൽ ആളുകൾക്കുണ്ട്. അത് നമ്മളെപ്പോലെ ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് തന്നെ ഇത് ഭയങ്കര കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് പകരം ഒരു ചീപ്പായിട്ട് ബഡ്ജറ്റ് വളരെ കുറവാണ് ഓൺലൈൻ എന്നുള്ളത് പറഞ്ഞു പഠിച്ചപ്പോഴേക്കും ഇത് അങ്ങനെ ഒരു ഫീഡായി കിടക്കുന്ന മൈൻഡ് സെറ്റ് അങ്ങനെ ആയി പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ AWS അല്ലെങ്കിൽ ഒരു ക്ലൗഡ് സെർവറിനെ കുറിച്ചൊക്കെ ഒരു മന്ത്ലി സെർവർ കോസ്റ്റ് ഒക്കെ പറയുന്ന സമയത്ത് അത് ഭയങ്കര കിട്ടും. ഈ ഓഫ്ലൈൻ സ്റ്റോറിന്റെ ഫ്രണ്ടിലെ ഗേറ്റിൽ ഇരിക്കുന്ന സെക്യൂരിറ്റി കൊടുക്കുന്ന സാലറി ഉണ്ട്, ഇതേ ഒരു പക്ഷെ ഒരു മാസത്തെ സെർവർ കോസ്റ്റ് വരുന്നുള്ളൂ, പക്ഷെ അത് മുടക്കാൻ തയ്യാറാണ്. അത് അതിലും വലിയൊരു എന്താ പറയാ ഉപമ അതിന് പറയാനില്ല. റെന്റിനോട് മാച്ച് ആവുന്നില്ല, അവിടെ കൊടുത്ത ഡെപ്പോസിറ്റിനോട് അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവിടെ മന്ത്ലി വരുന്ന വാട്ടർ ക്യാൻ കൊണ്ടുവരുന്നുണ്ടാവാം, അവിടെ മറ്റ് യൂട്ടിലിറ്റി എക്സ്പെൻസുകളൊക്കെ ഒരുപാട് വരുന്നുണ്ടാവാം. ഇതൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരു മാസം നിങ്ങളൊരു സെർവറിന് കൊടുക്കുന്ന ആ സെർവർ സ്പേസ് നന്നാവുന്നിടത്ത് മാത്രമല്ലേ നമ്മുടെ വെബ്സൈറ്റിലേക്കുള്ള ട്രാഫിക്കും ഇതിൻ്റെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ട എക്സ്പെക്റ്റേഷൻസിലുള്ളൊരു സർവീസും നമുക്ക് ഈ വെബ്സൈറ്റിൽ കൊടുക്കാൻ പറ്റും. സെർവറിന് പോലും നമ്മൾ ആ എമൗണ്ട് കൊടുക്കാൻ തയ്യാറാവാത്ത രീതിയിൽ ഒരു ഓഫ്ലൈൻ ബിസിനസ്സിൽ നിന്നും ഓൺലൈനിലേക്ക് വരുമ്പം അങ്ങനെ ഒരാൾ വരുമ്പോൾ അയാളുടെ മൈൻഡ് സെറ്റ് അതിന് റെഡിയല്ല എന്നുള്ളതാണ്. ഇനി നമ്മളൊരു 3 ലക്ഷം രൂപ കൊടുത്തിട്ടൊരു വെബ്സൈറ്റ് ഉണ്ടാക്കിയെന്ന് കരുതാം, ഗൂഗിളിൽ സെർച്ച് ചെയ്യും നമ്മൾ. അപ്പോൾ ഷോപ്പിഫൈ നമുക്ക് വെബ്സൈറ്റ് ഫ്രീ ആയിട്ട് ബിൽഡ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു 10,000 റുപ്പീസിന് ബിൽഡ് ചെയ്യാമെന്നൊക്കെ നമ്മൾ കാണും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി ഇവൻ എന്നെ പറ്റിക്കുകയാണ്, ഉദയഫ് എന്നെ പറ്റിക്കുകയാണ്. 3 lakh റുപ്പീസിന് വെബ്സൈറ്റോ, ഇത് 30,000 ചെയ്തരുമല്ലോ, അഹമ്മദാബാദിലെ ഏതെങ്കിലും ഒരു കക്ഷിയായിരിക്കും, ഏതെങ്കിലും ഫ്രീലാൻസർ ആയിരിക്കും. അപ്പോൾ വെബ്സൈറ്റ് അയാൾ ചെയ്തിട്ടുണ്ടാവും. വെബ്സൈറ്റ് ചെയ്തിട്ട് പിന്നെ ഷാൻ്റെ അടുത്തേക്ക് വരിക, ഷാൻ എനിക്ക് ഇ കൊമേഴ്സ് വെബ്സൈറ്റ് ഉണ്ട്, ഈ വെബ്സൈറ്റിൽ എനിക്ക് പെർ ഡേ ഒരു 100 ഓർഡർ വരണം. നിങ്ങൾ അവസാനം ഈ വെബ്സൈറ്റിൻ്റെ ഓഡിറ്റ് നടത്തി, ഈ വെബ്സൈറ്റിൻ്റെ പ്രശ്നങ്ങളൊക്കെ കണ്ടെത്തി, ഈ വെബ്സൈറ്റിൻ്റെ ഇനി ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരുപാട് സജഷൻസ് ഒക്കെ പറഞ്ഞു കൊടുക്കും. ആള് 30,000 റുപ്പീസിന് ചെയ്ത ഒരു ടെക് അല്ലെങ്കിൽ ചെയ്ത ഒരു വെബ്സൈറ്റിൻ്റെ അകത്തുനിന്നും തിരിച്ച് എക്സ്പെക്റ്റ് ചെയ്യുന്ന റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയായിരിക്കും, അല്ലെങ്കിൽ അയാൾ അതിനകത്ത് ജനറേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന റവന്യൂ എത്രയായിരിക്കും. അതേ കക്ഷി തന്നെ 3 lakh റുപ്പീസ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു സൊല്യൂഷൻസിൻ്റെ അകത്തുനിന്നും എക്സ്പെക്ട് ചെയ്യുന്നത് എന്തായിരിക്കും? രണ്ടും ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ. അതെ, നമ്മൾ 10 മുടക്കിയാൽ നമുക്ക് 100 കിട്ടണം. 30,000 മുടക്കുന്ന കക്ഷി എന്ന് കരുതി എല്ലാത്തിനും ഒരുപാട് പൈസ മുടക്കണം എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. മൈൻഡ് സെറ്റിൻ്റെ അകത്ത് നമുക്ക് മെഷർ ചെയ്യാനൊരു എളുപ്പവഴി അതുകൂടിയാണ്. നമ്മളൊരു ടൗണിൽ നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആണെങ്കിൽ ഒരു 10, 15, 20 കിലോമീറ്റർ ചുറ്റളവുന്നാണ് നമുക്ക് ബിസിനസ് വരാനുള്ള സാധ്യത തന്നെ ഉള്ളത്. ഈ ഓൺലൈനിൽ നമ്മൾ സ്റ്റോർ ബിൽഡ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ പൊട്ടൻഷ്യൽ, ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഇന്ത്യ മാത്രം 3000 കിലോമീറ്റർ ആണ്. അതെ, 144 കോടി ജനങ്ങൾ, അതിനകത്ത് 90 കോടി എങ്ങനെയാണ് ഇലക്ഷനിൽ വോട്ട് ചെയ്യുന്നത്. അതിനകത്ത് 80 കോടി ആളുകൾ
നമ്മുടെ നാട്ടിൽ ഇ കൊമേഴ്സ് ഉപയോഗിക്കുന്നവരാണ്, പേയ്മെൻറ്റ് ഗേറ്റ് വേ അല്ലെങ്കിൽ ട്രാൻസാക്ഷൻസ് ഡിജിറ്റലി ചെയ്യുന്ന ആൾക്കാരാണ്. അതൊരു വലിയ നമ്പറാണ്, അതൊരു വലിയ ഓപ്പർച്യൂണിറ്റി ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഓൺലൈനിലേക്ക് വരുന്ന സമയത്ത് ആ മൈൻഡ് സെറ്റ് മാറ്റേഴ്സ്, അത് നന്നായിട്ട് നമ്മൾ മാറണം എന്നുള്ളതാണ്. അത് ആ ജനറേഷൻ ഗ്യാപ്പിൻ്റെ കൂടി, അല്ലെങ്കിൽ നമ്മൾ എല്ലാം ഓൺലൈനിൽ നിന്ന് വരുന്നത് ഫ്രീ ആണ് എന്ന് കരുതിയിട്ടാണ്. ഇപ്പം സോഷ്യൽ മീഡിയ ഫ്രീ ആണ്, ബട്ട് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഈസ് നോട്ട്. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും പബ്ലിഷ് ചെയ്യാം, അതെ, അതിനകത്ത് ലിമിറ്റ്സ് ഒന്നും വെച്ചിട്ടില്ല. പക്ഷേ നിങ്ങൾക്ക് എത്രയും ആഡ്സുകൾ, നിങ്ങളുടെ ഒബ്ജക്റ്റീവ് ഒക്കെ സെറ്റായിട്ട് ആഡ്സുകൾ നിങ്ങൾക്ക് എത്രയും അതിനകത്ത് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റില്ല. അതെ. അപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടുന്നത് എന്താണ്, എനിക്ക് സ്പെൻഡ് ചെയ്യേണ്ടത് എന്താണ്, എവിടെയാണ് ഞാൻ സ്പെൻഡ് ചെയ്യേണ്ടെന്ന കാര്യത്തെക്കുറിച്ചൊക്കെ ഐഡിയ വന്നു തുടങ്ങിക്കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹാരമാവും. അത് ഞാൻ എപ്പോഴും പറയും. പിന്നെ നിങ്ങളിപ്പം പാലാരിവട്ടത്ത് ഒരു ഷോപ്പ് ഇട്ട്, സുദൈഫ് പറഞ്ഞ പോലെ തന്നെ 10-15 കിലോമീറ്ററിലുള്ള ആൾക്കാരെ സെർവ് ചെയ്യാനാണ് ഈ ഷോപ്പ്. അതെ. നിങ്ങൾക്ക് അതിൻ്റെ അപ്പുറം ഇത് വളർത്താൻ പറ്റൂല. ഇനി നിങ്ങൾക്ക് അടുത്ത ഷോപ്പ് നിങ്ങൾ തൃശ്ശൂർ ഇടണം, വേറെ വഴിയില്ല. അപ്പം കോടികൾ നിങ്ങൾ മുടക്കണം. നേരെ മറിച്ച് നിങ്ങൾക്ക് ഓൺലൈനിൽ ഇനീഷ്യലി സെറ്റ് ചെയ്യാനാണ് നിങ്ങൾക്ക് കാശ് വേണ്ടത്. പക്ഷെ പിന്നെ അങ്ങോട്ട് എത്ര ബിസിനസ് ചെയ്യാന്നുള്ളത് ആക്ച്വലി ലിമിറ്റില്ല. നിങ്ങൾക്ക് എത്ര ആൾക്കാർക്ക് വേണമെങ്കിൽ വെക്കാം. നിങ്ങൾ ആദ്യം എറണാകുളത്ത് മാത്രമല്ല ആൾക്കാർക്ക് വെക്കുക, പിന്നെ നിങ്ങൾ നേരെ അപ്പുറത്തുള്ള തൃശ്ശൂർ വെക്കും, നേരെ അപ്പുറത്തുള്ള കോട്ടയത്ത് വെക്കും. അത് നമ്മുടെ കണ്ണ് തുറപ്പിക്കണം എന്നുള്ളത് തന്നെയാണ്. ഇപ്പം ഞാൻ കാലിക്കറ്റിൽ ഞങ്ങൾക്ക് ഓഫ്ലൈൻ അക്കാഡമി ഉണ്ട്, കൊച്ചിയിൽ ഓഫ്ലൈൻ അക്കാഡമി ഉണ്ട്. ഇവിടെയൊക്കെ ആയിട്ട് എനിക്കൊരു 100 പേരെയാണ് പരമാവധി ഹാൻഡിൽ ചെയ്യാൻ പറ്റുക. ഒരു 100 പേരെ ഹാൻഡിൽ ചെയ്യാൻ ഒരു മാസത്തിലാണോ, അല്ലെങ്കിൽ ഹൗ ഇസ് ഇറ്റ്? അവരുടെ പ്രോഗ്രാം തീരുന്നവരെ 3 മാസത്തെ പ്രോഗ്രാം ആണെങ്കിൽ എനിക്ക് 3 മാസം 100-ലധികം എനിക്ക് അവിടെ ഒരു പ്രോഗ്രാമും അഡ്മിഷൻസ് എടുക്കാൻ പറ്റില്ല. കാര്യം 101ാമത്തെ ചെയർ വെക്കാനുള്ള സ്ഥലം എനിക്കില്ല. ഓക്കെ. അങ്ങനെ കൊച്ചിയിലും കാലിക്കറ്റായിട്ട് ഞാൻ കഴിഞ്ഞൊരു 5-6 വർഷമായിട്ട് ഇത്രയും ആളുകളെയാണ് എനിക്ക് സെർവ് ചെയ്യാൻ പറ്റുന്നത്. ഞാനതിൻ്റെ ഓൺലൈനിലേക്ക് പോയ സമയത്ത് ഇന്ന് എനിക്ക് 12 രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ അതിൽ പഠിക്കുന്നുണ്ട്. അതിൽ എനിക്ക് ആഫ്രിക്കൻ കൺട്രിയിൽ നിന്നുള്ള ആളുകളുണ്ട്, മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള ആളുകളുണ്ട്, ഇന്ത്യയുടെ പല സ്റ്റേറ്റിൽ നിന്നുള്ള ആളുകളുണ്ട്. ഞാൻ എപ്പോഴാണ് ഓഫ്ലൈനിൽ ഇതൊക്കെ ബിൽഡ് ചെയ്ത് പോയിട്ട് ഇത്രയും അധികം കാറ്റർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ പുരുഷായുസിൽ എനിക്കിത് സാധിക്കും. കറക്റ്റ്. കാര്യം ഞാൻ കാലിക്കറ്റിലും കൊച്ചിയിലും ഓഫ്ലൈൻ സെൻറ്റർ ഉണ്ടാക്കിയതിൻ്റെ ക്ഷീണം തീർന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഇനി ഓൺലൈനിലേക്ക് പോയ സമയത്ത് എനിക്ക് 10 രാജ്യങ്ങളിൽ നിന്ന് എടുത്തപ്പോൾ എനിക്ക് ഈ 14 ജില്ലയിൽ നിന്നും എനിക്ക് എൻ്റെ ഓഫ്ലൈൻ സെൻറ്ററിലേക്ക് വരുന്ന അഡ്മിഷൻസും നമ്പേഴ്സൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണ് തുറപ്പിക്കുന്ന ആ ഫിഗേഴ്സിലേക്ക്, നമ്പേഴ്സിലേക്ക് നമ്മൾ എത്താൻ ഒരുപക്ഷെ ഒരു സമയം എടുത്തേക്കാം. എത്തിക്കഴിഞ്ഞാൽ അത് നേരത്തെ ഷാൻഭായ് പറഞ്ഞ പോലെ തന്നെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. മാർക്കറ്റ് ഈസ് ആൻ ഓഷ്യൻ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ അത് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കപ്പലായിട്ട് പോകുന്ന ആളുകൾക്ക് കപ്പലിൽ കാര്യങ്ങൾ കൊണ്ടുപോകാം, വലയിട്ട് പോകുന്ന ആളുകൾക്ക് വലയിൽ കൊണ്ടുപോകാം, ചൂണ്ടയിട്ട് പോകുന്ന ആളുകൾക്ക് ചൂണ്ടയിലും കൊത്തി കൊണ്ടുപോകാം. അവിടെ നിങ്ങൾ എന്താണ് കാറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ഏത് രീതിയിലാണ് ഈ മീനെ പിടിക്കാൻ വേണ്ടി പോകുന്നത് നോക്കിയാൽ മതി. ഇനിയും കൂടുതൽ ആയങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ മുത്തുകളും പവ്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് തിരിച്ചു വരാം എന്നുള്ളതാണ്. ആ റിസ്ക് നമ്മൾ എടുക്കണം. കറക്റ്റ്. ഇപ്പം നിങ്ങൾ പറഞ്ഞു ഓൺലൈനിൽ ലിമിറ്റ് ഇല്ല, നിങ്ങൾക്ക് 10-13 കൺട്രീസിന് ഓൾറെഡി സ്റ്റുഡൻസ് ഉണ്ട്. അതെ. പിന്നെ എന്തിനാണ് നിങ്ങൾ വന്നിട്ട് കൊച്ചിയിൽ വന്നിട്ട് ഒരു സെൻറ്റർ ഇട്ട്? തീർച്ചയായിട്ടും നമുക്ക് കൊച്ചിയിൽ നമ്മൾ കാറ്റർ ചെയ്യുന്ന ഒരു ഓഡിയൻസ് എന്ന് പറയുന്നത് തിരുവനന്തപുരം മുതൽ നമ്മുടെ തൃശ്ശൂർ വരെയുള്ള ഓഡിയൻസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോഴും നേരത്തെ ഓൺലൈനിൽ തന്നെ വാങ്ങണമെന്ന് തീരുമാനിച്ച ചില ആളുകൾ പറഞ്ഞു. അപ്പോഴും ഓഫ്ലൈനിൽ തന്നെ ചെയ്താലേ എനിക്കിത് പറ്റുള്ളൂ എന്ന തെറ്റായ ധാരണയിലുള്ള ആളുകളുണ്ട്. ഇവർക്കുള്ള സൊല്യൂഷൻ വേണ്ടേ? അത് ആൾക്കാർക്ക് വേണമെങ്കിൽ നിങ്ങൾ അതും കൊടുക്കും. തീർച്ചയായിട്ടും. ട്രേഡിങ്ങിന് പല വേർട്ടിക്കലുണ്ട്. ഇപ്പൊ സർവീസ് സെക്ടറിൽ നിൽക്കുന്ന കക്ഷി എങ്ങനെയാണ് ഹോൾസെയിലറായി മാറാം? പെണ്ണ് വിൽക്കുന്ന കക്ഷിക്ക് ഹോൾസെയിലറായിട്ട് മാറാം, മാനുഫാക്ചറായിട്ട് മാറാം. പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങിയിട്ട് 1,00,000 പീസ് പെണ്ണ് വേണമെങ്കിൽ എനിക്ക് ഒരു ദിവസം പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റുന്ന മാനുഫാക്ചറിങ് കമ്പനി സ്റ്റാർട്ട് ചെയ്യാം. ബീയിങ് എ സർവീസ് പ്രൊവൈഡർ നമ്മൾ എങ്ങനെയാണ് ഹോൾസെയിലർ ആവുക? നമ്മൾ ആ സർവീസ് നമ്മളിങ്ങനെ കുറേ സർവീസ് ഇങ്ങനെ എടുക്കും, പുറത്തിന് ഇങ്ങനെ എടുക്കും. കുറച്ച് നമുക്ക് തോന്നും ഇതിപ്പോൾ നമുക്ക് തന്നെ ചെയ്താൽ പോരെ, എന്തിനാ അത് പുറത്തിന് എടുക്കണേ? സർവീസ് വെക്ക കക്ഷി ഒരു ട്രെയിനിങ്ങിലേക്ക് കൂടി വരുന്ന സമയത്ത് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അയാൾ ആ ഒരു ബിസിനസ്സിന്റെ മറ്റൊരു വെർട്ടിക്കലിലേക്ക് കിടക്കുകയാണ്. ഇനി അദ്ദേഹം ഒരു കൺസൾട്ടൻസിയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് അദ്ദേഹം മറ്റൊരു വെർട്ടിക്കലിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ടാഞ്ചിബിൾ അസറ്റ്സുകൾ, നമുക്ക് ടച്ച് ആൻഡ് ഫീൽ ചെയ്യാൻ പറ്റുന്ന പെന്നും ചെരുപ്പും കസേരയും ടേബിളും ഒക്കെ നമുക്ക് ഈ പല ട്രേഡിങ്ങിൻ്റെ പല വെർട്ടിക്കലും ചെയ്യാൻ പറ്റുന്ന പോലെ തന്നെ ഒരു സർവീസ് പ്രൊവൈഡർ എന്ന രീതിയിൽ നമുക്കും ചില പരിണാമങ്ങൾ നിർബന്ധമാണ്. ഞാൻ 25 ക്ലയൻസിനെ സെർവ് ചെയ്ത് മാത്രം എൻ്റെ കരിയറിലെ എൻ്റെ പ്ലാനുകൾ അവസാനിക്കുന്നില്ല. എനിക്ക് ആ ലേണിങ്സുകൾ ഷെയർ ചെയ്ത് കൊടുക്കണമെന്നുണ്ട്. അപ്പോൾ അവിടെയാണ് എനിക്ക് ട്രെയിനിങ് വെർട്ടിക്കലിൻ്റെ ഓപ്പർച്യൂണിറ്റി വരുന്നത്. ആ ട്രെയിനിങ് വെർട്ടിക്കൽ തന്നെ ഞാൻ ഓഫ്ലൈൻ പ്രോഗ്രാംസിൻ്റെ അകത്തും പോകുന്നുണ്ട്, ഓൺലൈൻ പ്രോഗ്രാംസിൻ്റെ അകത്തും പോകുന്നുണ്ട്, കൺസൾട്ടേഷൻസിൻ്റെ അകത്ത് പോകുന്നുണ്ട്. ആ ഓൺലൈൻ പ്രോഗ്രാം ഫുള്ളായിട്ട് റെക്കോർഡർ ആണെന്നുണ്ടെങ്കിൽ അതൊരു വെർട്ടിക്കലാണ്.
ലൈവായിട്ടാണ് ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ട് ഇൻട്രാക്റ്റീവ് ആയിട്ടാണ് ആ സെഷൻ പോകുന്നതെങ്കിൽ അതൊരു മറ്റൊരു വേർട്ടിക്കലാണ്. ബിസിനസ് എന്ന് പറയുന്നത് ഓപ്പർച്യൂണിറ്റീസ് ഗ്രാബ് ചെയ്യാന്നുള്ളത്. ഓപ്പർച്യൂണിറ്റീസ് ഗ്രാബ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയ കാലത്ത് പുതിയ കാര്യങ്ങൾ പഠിച്ചേ പറ്റുള്ളൂ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കും, നമ്മളൊക്കെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓരോ പുതിയ കാര്യങ്ങളും പഠിച്ചത്. ഇപ്പോൾ സാലറി എങ്ങനെ റിലീസ് ചെയ്യണം. ഞാൻ HR അല്ല, ഞാൻ പക്ക ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറാണ്. എനിക്ക് HR റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ABCD കാര്യങ്ങളും അറിയില്ല. ഞാൻ ബിടെക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. അതെ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഓഫർ ലെറ്റർ റിലീസ് ചെയ്യുന്ന പരിപാടികൾ, അല്ലെങ്കിൽ അപ്പോയിൻമെൻറ്റ് ലെറ്റർ കൊടുക്കുന്ന പരിപാടികൾ, റിവ്യൂ മീറ്റിംഗ്സുകൾ, ലീവും കാര്യങ്ങളും നോട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, എനിക്കൊന്നും ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് 30 ദിവസത്തിൽ എത്ര ദിവസത്തിലേക്കാണ് സാലറി എന്ന് പോലും അറിയില്ല. നമ്മൾ സാലറി കൊടുക്കാൻ അതാണ്. അതുപോലെ തന്നെ പിന്നെ നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ ഒരു ഹൗസ് കീപ്പിംഗ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇത് നീറ്റായി കീപ്പ് ചെയ്യണം ആവണം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഒരാളെ വെച്ച് അങ്ങനെ ചെയ്യിപ്പിക്കാനൊക്കെ പറ്റും. എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ ഓഫീസിൻ്റെ അകത്ത് എൻ്റെ ഒരു സുഹൃത്ത് വന്ന സമയത്ത് ഞങ്ങളൊരു 3D ആനിമേഷൻ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് കാർട്ടൂണിലൊരു ക്യാരക്ടറുടെ ചെവി ചെറുതായിട്ട് കാർട്ടൂൺ ആനിമേഷൻസ് ഇങ്ങനെ മൂവ്മെൻറ്റുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, റിഗ്ഗിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്. അപ്പോൾ പുറത്തുനിന്ന് ഒരാൾ നോക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, ദൈഫ് നീ ബിസിനസ്സിൽ തുടക്കക്കാരനാണ്, ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എന്നിട്ട് എൻ്റെ അടുത്ത് ഉച്ചക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ടെങ്കിൽ പറഞ്ഞു, ഞാനൊരു കാര്യം പറയാം. എന്തേ, നമ്മൾ രാവിലെ ഓഫീസിൽ കയറിയതാണ് നിൻ്റെ ഓഫീസിൽ, ഉച്ചവരെയായിട്ടും നിൻ്റെ ഒരു സിസ്റ്റത്തിലിരിക്കുന്ന കക്ഷി ഒരു മുയലിൻ്റെ ചെവി അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു ബിസിനസ്സിൻ്റെ അകത്തെ നമ്മൾ പല കാര്യങ്ങളും പഠിക്കേണ്ടത് വരും. അപ്പോൾ എനിക്ക് മോഡലിങ്ങോ ക്യാരക്ടർ ആനിമേഷനോ റിഗ്ഗിങ്ങോ അല്ലെങ്കിൽ ഇതിൻ്റെ പരിപാടികളോ 3D ആനിമേഷൻസിനെ കുറിച്ചൊന്നും അറിയില്ല. പക്ഷെ ഞാൻ മനോരമ മ്യൂസിക്സിന് സെർവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. മനോരമ മ്യൂസിക്സ് എൻ്റെ ക്ലൈൻ്റാണ്. അവർക്കുള്ള 3D ആനിമേഷൻസ് കണ്ടൻറ്റുകളൊക്കെ കൊടുത്തിരിക്കുന്നത് ക്വാഡ് ക്യൂബ്സ് ആണ്, എൻ്റെ ഏജൻസിയാണ്. പലതും പഠിക്കേണ്ടതുണ്ട്. അതിനി ഓൺലൈനാണെങ്കിലും ഓഫ്ലൈനാണെന്നുണ്ടെങ്കിലും ഫിനാൻസ് മണി മാനേജ്മെൻറ്റ് പഠിക്കേണ്ടതുണ്ട്, ക്യാഷ് ഫ്ലോ പഠിക്കേണ്ടതുണ്ട്, HR പഠിക്കേണ്ടതുണ്ട്, ഓപ്പറേഷൻസിലെ മറ്റ് ചലഞ്ചസുകളും കാര്യങ്ങളും പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ പലപ്പോഴും ഇനിയൊരു പുതിയ കാര്യങ്ങൾ പഠിച്ചാൽ മാത്രമേ എനിക്ക് ഓൺലൈനിൽ ബിസിനസ്സിലേക്ക് പോകുമെന്ന് പറയുമ്പോൾ ചില ആളുകളുടെ അത് പഠിക്കാനുള്ള താല്പര്യക്കുറവൊക്കെ ആവാം. നേരത്തെ പറഞ്ഞ പോലെ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിലോ അല്ലെങ്കിൽ മടിയുള്ളതുകൊണ്ടൊന്നും അല്ല. ഓഫ്ലൈനിൽ 10 സ്റ്റോർ ഉണ്ടാക്കി അതൊരു രസം പോലെ 11, 12, 15 ഉണ്ടാക്കി പോവുകയാണ്. ഇനി ഓൺലൈനിലേക്ക് പോകുന്ന സമയത്ത് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ സ്ക്രാച്ച് ഒന്ന് പഠിക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. കറക്റ്റ്. ആ ബുദ്ധിമുട്ടും ഒരു പക്ഷേ ആ ഒരു റിലക്റ്റൻസിൻ്റെ കാരണമാവാം. പക്ഷേ നിങ്ങൾക്ക് അറിയാം, ഈ ബിസിനസ് മോഡൽ, ഓഫ്ലൈൻ ബിസിനസ് മോഡൽ എങ്ങനെ റൺ ചെയ്യണം നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഓൺലൈൻ അത് നമ്മളൊരു ലിമിറ്റ് അല്ലെങ്കിൽ ഒരു തല മുട്ടും അതിൻ്റെ. അതെ, ലിമിറ്റ് ഉണ്ട്, അതിൻ്റെ അപ്പുറത്തോട്ട് പോകാൻ പറ്റില്ല. അത് റിയലൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഐ ഓപ്പണിംഗ് ആയിട്ട് നിങ്ങളുടെ മുന്നിൽ ഓൺലൈനിലെ സാധ്യതകൾ തുറന്നു വന്നാൽ അത് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഓപ്പർച്യൂണിറ്റീസിലേക്ക് എല്ലാവർക്കും എത്താൻ പറ്റും. പിന്നെ ഇതിൻ്റെ അകത്ത് വേറൊരു കാര്യം കൂടി ഉണ്ട്. ഓൺലൈനിൽ പലപ്പോഴും കംപ്ലീഷൻ റേറ്റ്സ് വളരെ കുറവാണ്. പക്ഷെ ഓഫ്ലൈനിൽ ക്ലാസ്സിൽ വന്ന് പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് നോർമലി ഇത് കംപ്ലീറ്റ് ചെയ്യും. അത് അയാളെ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന പല കാരണങ്ങളും ആ ക്ലാസ് റൂമിൽ ഉള്ളത് കൊണ്ടാണ്. അതെ, അതെങ്ങനെ നമുക്ക് ഓൺലൈനിൽ കൊടുക്കാൻ പറ്റും എന്ന് ആലോചിക്കുന്നിടത്ത് ഈ എൻഗേജ്മെന്റ് കൂട്ടുന്നിടത്ത് ഈ കംപ്ലീഷൻ റേറ്റ് കൂടും. കറക്റ്റ്. ഈ ഓൺലൈനിലെ കോഴ്സുകൾ ചൂസ് ചെയ്യുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ അതിനിപ്പോൾ ഏത് പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിലും നമ്മൾ പലപ്പോഴും ചില എഡ്യൂടെക് കമ്പനീസുകളുടെ ഇൻസൈഡ് വീഡിയോസുകളുടെ ക്ലിപ്പിംഗ്സ് പുറത്തു വരാറുണ്ട്, പ്ലാൻഡ് ആയിട്ടും അല്ലാതൊക്കെ ആയിട്ട്. അതിലെ തമാശകൾ, അതിലെ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ പറയുന്നത്, അതിലെ സിനിമകളെ കുറിച്ച് സംസാരിക്കുന്നത്, എൻഗേജ്മെന്റ് കൂട്ടുക എന്നുള്ളത് ഭയങ്കര പ്രധാനമാണ്. അതെ, അതിനിപ്പോൾ ഓഫ്ലൈനിലാണെന്നുണ്ടെങ്കിലും ഓൺലൈനിലാണെന്നുണ്ടെങ്കിലും ഞാനെപ്പോഴും ഓൺലൈൻ പ്രോഗ്രാംസിൻ്റെ അകത്ത് ഞാൻ പറയാറുള്ളത്, ഓഫ്ലൈനിൽ നമ്മൾ റെക്കോർഡിങ്ങിലല്ല ഉള്ളത്. ഓഫ്ലൈനിൽ നമ്മൾ സെഷൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ PDFസോ മെറ്റീരിയൽസോ കാര്യങ്ങളൊക്കെ പോകും. ഓൺലൈൻ്റെ കേസിൽ ആ സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് നിങ്ങളുടെ അടുത്ത് ഇൻഡിവിജ്വലി നിങ്ങളുടെ ഹെഡ്സെറ്റിൽ നിങ്ങളുടെ സ്ക്രീനിൽ നിങ്ങളുടെ ട്രെയിനർ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാണ്. അത് എഫക്റ്റീവാണ്. ആ സിസ്റ്റത്തെ അല്ലെങ്കിൽ അങ്ങനെ ഒരു എഫക്റ്റീവാണ് ഈ സൊല്യൂഷൻ എന്ന് ബിലീവ് ചെയ്യാത്ത ഒരാൾക്ക് ഒരു കാരണവശാലും നമുക്ക് ആ ചേഞ്ച് കൊണ്ടുവരാൻ പറ്റില്ല. അതെ, നിങ്ങൾ പറഞ്ഞാൽ ടച്ച് ആൻഡ് ഫീൽ പോലെ തന്നെ ചിലർ എനിക്ക് അവിടെ പോയി പഠിക്കണം എന്നാലേ എനിക്കൊരു മോട്ടിവേഷൻ കിട്ടുള്ളൂ. അതെ, ആ കാറ്റഗറി ഓഫ് കസ്റ്റമേഴ്സും ഉണ്ട്. ഇതിപ്പം പറഞ്ഞപ്പം എനിക്ക് അതിനാണ് എൻ്റെ ഉത്തരം. കൊച്ചിയിലേക്ക് എന്തുകൊണ്ട് ഞങ്ങൾ വന്നു എന്നുള്ളതിന്റെ ഉത്തരം അതാണ്. ഇപ്പൊ 1 വർഷമായി കൊച്ചിയിൽ വന്നിട്ട്. ഞാൻ ആ ഉത്തരം തന്നെ വരുമോ നോക്കിയായിരുന്നു. ഇത് പെട്ടെന്ന് തീർക്കണമല്ലോ പോഡ്കാസ്റ്റ്. അത് പറഞ്ഞപ്പോ ഞാൻ ഒരു കാര്യം കൂടി ആലോചിക്കുന്നത്, ഇപ്പം ലെൻസ്കാർട്ട് ഓൺലൈനിലെ ഏറ്റവും ബിഗസ്റ്റ്, ഓൺലൈനിൽ എനിക്കൊന്ന് ഇന്ത്യയിലെ ഏറ്റവും ബിഗസ്റ്റ് സ്പെക്ടക്കിൾസ് എന്നാ പറയുക, അല്ലെങ്കിൽ ഐ ഗ്ലാസസ് ബ്രാൻഡാണ്. അവരെന്തിനും ഓഫ്ലൈനിൽ ഇങ്ങനെ നിരത്തി സ്റ്റോറുകൾ ഇടുന്നു. ചിലവർക്ക് ടച്ച് ആൻഡ് ഫീൽ ആവശ്യമാണ്, അവർക്ക് നമ്മൾ ഓഫ്ലൈൻ കൊടുക്കും, അല്ലാത്തവർക്ക് നമ്മൾ ഓൺലൈൻ കൊടുക്കും. അതിപ്പം എൻ്റെ ഫേസും ഷാൻബായുടെ ഫേസും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. നമ്മൾ ഇരിക്കുന്ന സമയത്തൊക്കെ എന്നെ കംഫർട്ടബിൾ ആക്കുന്ന, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ബോധേഡ് ആവുന്ന, കൺസേൺഡ് ആവുന്ന ഒരുപാട് കാര്യങ്ങൾ, കോൺഷ്യസ് ആവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും. എൻ്റെ മുഖം ഇത്തിരി വലിപ്പം കൂടുതലുള്ള മുഖമാണ്.
അപ്പോൾ എൻ്റെ ഫേസിലേക്ക് ഞാനൊരു കണ്ണട വെക്കുന്ന സമയത്ത് ആ കണ്ണട വലുപ്പത്തെക്കുറിച്ചും കണ്ണടയുടെ സ്ക്വയർ ആണോ റൗണ്ട് ആണോ ഏത് ഫ്രെയിം വേണം എന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ ഭയങ്കര കോൺഷ്യസ് ആണ്. അപ്പോൾ ടച്ച് ആൻഡ് ഫീൽ ചെയ്തിട്ടും അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടും പർച്ചേസ് ചെയ്യേണ്ട ഒന്നാണ് ഇതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആയിരിക്കണം ലെൻസ്കാർട്ട് ഈ പരിപാടി. സ്ട്രാറ്റജി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ബിസിനസ് നമുക്ക് എല്ലാം ഓൺലൈനിൽ ചെയ്യാമെന്ന് പറയുമ്പോഴും അപ്പം നമ്മൾ നേരത്തെ കണ്ട പല എഡ്ടെക് ബ്രാൻഡുകളും ഓഫ്ലൈനിൽ എക്സ്പീരിയൻസ് സെൻറ്ററുകൾ കൊണ്ടുവരാറുണ്ട്. ഇപ്പം പെപ്പർ ഫ്രൈ ഓഫ്ലൈനിൽ നമുക്ക് എക്സ്പീരിയൻസ് സെൻറ്ററുകളും അവരുടെ ഓൺലൈനിലാണ് വാങ്ങേണ്ടത്, പക്ഷെ ഓഫ്ലൈനിൽ ടി വിയിൽ പോയിട്ട് വാങ്ങിക്കണം എന്നുള്ളതാണ്. ഞാൻ ഈ സ്റ്റുഡിയോക്ക് ആവശ്യമായിട്ടുള്ള ഫർണിച്ചേഴ്സ് വാങ്ങിക്കാൻ വേണ്ടി പെപ്പർ ഫ്രൈയിൽ പോയപ്പോഴും ഞാൻ വളരെ കഷ്ടപ്പെട്ട് പെപ്പർ ഫ്രൈഡ് എടപ്പള്ളി ഷോറൂമിലൊക്കെ പോയിട്ട് അതിൻ്റെ ടി വിയിലാണ് എനിക്ക് സെലക്ഷൻ തരുന്നത്. ഞാൻ ചോദിച്ചു ഈ വെബ്സൈറ്റ് എനിക്ക് ആക്സസ് ചെയ്യാൻ പറ്റുമോ? ആ സാർ, സാറിന് ഓഫീസിൽ പോയിട്ട് അത് ചെക്ക് സാധനം അവിടെ ഇല്ല. അതായത് ചില ആളുകൾക്ക് എനിക്ക് ഓഫ്ലൈനിൽ പോയിട്ട് കണ്ടു ബോധ്യപ്പെട്ടാലേ പർച്ചേസ് ചെയ്യുള്ളൂ എന്ന് പറയുമ്പോഴും ഞാൻ പോയപ്പോഴും സാധനം അവിടെ ഇല്ല. അവിടുത്തെ വലിയ ടി വിയിൽ അവരുടെ വെബ്സൈറ്റ് ഓപ്പൺ ആക്കിയിട്ട് അവർ പ്രൊഡക്റ്റ് കാർട്ടിലേക്ക് ആഡ് ചെയ്യാണ്, എന്നിട്ട് ചെക്കൗട്ട് ചെയ്യാണ്. പക്ഷെ അവിടെ ഒരു അസിസ്റ്റൻസ് ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കിട്ടും. അസിസ്റ്റൻസ് ഉണ്ട് എന്നതുപോലെ തന്നെ ഈ ഒരു എൻഗേജ്മെന്റ് അല്ലെങ്കിൽ ഈ ടച്ച് ആൻഡ് ഫീൽ ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഒരു പർച്ചേസ് ഡിസിഷൻ മേക്കിങ്ങിൽ നമ്മൾ ഏത് സാധനം വാങ്ങിക്കുകയാണെങ്കിലും ഒരു പർച്ചേസ് ഡിസിഷൻ അല്ലെങ്കിൽ ആ പർച്ചേസ് ഡിസിഷൻ മേക്ക് ചെയ്യുന്നതിൽ ഒരു ജേണി നമ്മൾ പോകുന്നുണ്ട്. നിങ്ങൾ വെറുതെ ഒരു ഹൈപ്പർ മാർക്കറ്റിൽ പോയിട്ട് സോപ്പുകൾ നിരത്തി വെച്ചിരിക്കുന്ന റാക്ക് നോക്കുക. മെഡിമിക്സ് ഉണ്ടാവും, സന്തൂർ ഉണ്ടാവും, റെക്സോൺ ഉണ്ടാവും, ഡോവ് ഉണ്ടാവും. സന്തൂർ എടുക്കുന്ന ആളുകളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ധാരണ ചർമ്മം കണ്ടാൽ പ്രായം തോന്നില്ല എന്നുള്ളതാണ്. ഈ ഡിസിഷൻ മേക്കിങ്ങിലെ ആ കുറഞ്ഞ സമയമുണ്ട്. ആ ഔട്ട് ഓഫ് ഒരു 10 സോപ്പ് ബ്രാൻഡുകളിൽ നിന്നും ഒരുവൻ മെഡിമിക്സ് ആണ് എടുക്കുന്നതെങ്കിൽ അവൻ കരുതുന്നത് 18 ആയുർവേദ മൂല്യങ്ങളടങ്ങിയ പുതിയ മെഡിമിക്സ് എൻ്റെ കയ്യിൽ കിട്ടിയെന്നുള്ളതാണ്. ബാക്ക് ഓഫ് ദ മൈൻഡിൽ അതാണ്. ഈ ഡിസിഷൻ മേക്കിങ്ങിന് സമയമുണ്ട്. ഈ ഡിസിഷൻ മേക്കിങ് ഞാനും നിങ്ങളും കച്ചവടം ചെയ്യുന്ന സാധനത്തിൽ എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയാൽ ആ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ പ്രോസസ്സിൽ എനിക്ക് എന്ത് രീതിയിൽ എൻ്റെ കസ്റ്റമറെ ഹെൽപ്പ് ചെയ്യാമെന്ന് മനസ്സിലാക്കിയാൽ അവിടെ ഓഫ്ലൈനിൽ എന്തെങ്കിലും സപ്പോർട്ട് വേണോ ഓൺലൈനിൽ എന്തെങ്കിലും സപ്പോർട്ട് വേണോ എന്ന് മനസ്സിലാക്കി എൻ്റെ സ്ട്രാറ്റജി പാർട്ട് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ പെപ്പർ ഫ്രൈയും അല്ലെങ്കിൽ ലെൻസ്കാർട്ടും ഓഫ്ലൈൻ ഓൺലൈൻ ബിസിനസ്സുകളൊക്കെ മാനേജ് ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെയുള്ള സൊല്യൂഷൻ നമ്മുടെ ബിസിനസ്സിലും ആവും. അതൊന്നും ആലോചിച്ച് ആരും ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. ഈവൻ ഇപ്പോൾ ലെൻസ്കാർട്ടിൻ്റെ എക്സാമ്പിൾ പറയുമ്പോൾ ടച്ച് ആൻഡ് ഫീൽ പറഞ്ഞല്ലോ, ലെൻസ്കാർട്ട് അതിനുള്ള സൊല്യൂഷനും ടെക്നിക്കലി കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മളെ മുഖം സ്കാൻ ചെയ്യുന്ന എല്ലാ ഗ്ലാസും നമ്മൾ എങ്ങനെയാണോ ഇട്ടാൽ നമ്മളെ എങ്ങനെയാണോ ബാക്കിയുള്ളവർ നമ്മളെ പെർസീവ് ചെയ്യുക അത് അതേപോലെ കാണിച്ചു തരും. അപ്പോൾ അങ്ങനത്തെ ഒരു കസ്റ്റമർ ബേസ് ഉണ്ട്. പിന്നെ ഞാൻ ആക്ച്വലി ലെൻസ്കാർട്ടിൻ്റെ കസ്റ്റമർ കഴിഞ്ഞ ആഴ്ചയാണ് ആയത്. ഇതുവരെ ഫ്രീ ഐ ചെക്കപ്പ് ഉണ്ട്. അപ്പോൾ ഇത്രയും കാലം എന്തുകൊണ്ട് ഞാൻ ഇത്രയും ഓൺലൈൻ വൗച്ച് ചെയ്യുന്ന ആളായിട്ടും എന്തുകൊണ്ട് ലെൻസ്കാർട്ട് പോലെ ഒരു ബ്രാൻഡിലേക്ക് എത്തിയില്ല? അത് എത്താണ്ടിരിക്കാൻ കാരണം ഞാൻ 10-15 അല്ലെങ്കിൽ 10-20 വർഷമായിട്ട് ഒരൊറ്റ കടയിലാണ് സ്ഥിരമായിട്ട് സ്പെക്സ് വാങ്ങിക്കുന്നത്. ട്രസ്റ്റാണ്. പിന്നെ വേറെ നോക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ലെൻസ്കാർട്ട് എല്ലായിടത്തും എനിക്കറിയാം. കുറേ കൊല്ലങ്ങളായിട്ട് ലെൻസ്കാർട്ട് ഇങ്ങനെ വളരുന്നത് ഞാൻ കാണുന്നുണ്ട്. എൻ്റെ കുറേ ഫ്രണ്ട്സിനടുത്ത് ലെൻസ്കാർട്ടിൻ്റെ കവറുകൾ കാണാൻ തുടങ്ങി. എൻ്റെ അനിയൻ ലെൻസ്കാർട്ടിന് വാങ്ങിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഷാർക്ക് ടാങ്ക് എടുക്കുകയാണല്ലോ. ഷാർക്ക് ടാങ്കിൽ ബൻസൽ അതിൻ്റെ ഫൗണ്ടർ മൂപ്പര് വളരെ സ്മാർട്ടായിട്ട് ലെൻസ്കാർട്ടിൻ്റെ ഒരു കളർ കണ്ണടകളുണ്ട്, അതിട്ട് വരും. അപ്പോൾ ലെൻസ്കാർട്ട് ഇത്രയും വലുതാണ്. ബാക്ക് ഓഫ് ദ മൈൻഡിൽ ഇത് ഇങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ റോട്ടുമേൽ നോക്കുമ്പോൾ ഇവിടെയും ലെൻസ്കാർട്ട്, അവിടെയും ലെൻസ്കാർട്ട്, പല സ്ഥലത്തും ലെൻസ്കാർട്ടിൻ്റെ ഷോറൂം. അപ്പോൾ നേരത്തെ ഉണ്ടായ ട്രസ്റ്റൊന്നും ട്രെൻഡ് കണ്ടിട്ട് പോവുകയാണെങ്കിൽ ട്രെൻഡ് കണ്ടിട്ടാണ്. ട്രസ്റ്റ് മാത്രമല്ല, എനിക്ക് കംഫർട്ടബിൾ ആണ്. പിന്നെ എൻ്റെ ഫാദർ പഠിപ്പിച്ചെന്ന ഒരു കാര്യം ഞാൻ അതേപോലെ ഫോളോ ചെയ്യുന്നു, കാരണം എനിക്കത് ഈസിയാണ്. പക്ഷെ ഇനി ഒരു കാലത്തും ആ ഒപ്റ്റിക്കൽ ഷോപ്പിൽ ഞാൻ തിരിച്ചു പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതേപോലത്തെ എക്സ്പീരിയൻസ് ആണ് എനിക്ക് ലെൻസ്കാർട്ടിന് കിട്ടിയത്. അത് പ്രധാനമാണ്. നമ്മളൊരു ബിസിനസ്സിൽ കസ്റ്റമർ അക്വിസിഷൻ, പുതിയ കസ്റ്റമറെ കൊണ്ടുവരുന്ന കാര്യത്തിൽ നമ്മൾ കാര്യങ്ങൾ ഒരുപാട് ചെയ്യുമ്പോഴും നിലവിലുള്ളതിനെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഇവരൊക്കെ അബ്സലീറ്റ് ആവും അറ്റ് സം പോയിന്റ് ഓഫ് ടൈം. പഴയ ഒപ്റ്റിക്കൽ ഷോപ്പ് നടത്തുന്ന ആൾക്കാർക്കൊക്കെ ഒരു പ്രോബ്ലം വരും. അവർ ഓക്കെ ആയിരിക്കും, അവരുടെ ജനറേഷൻ അവർ ഓക്കെ ആയിരിക്കും, ചിലപ്പോൾ അവരുടെ മക്കളെ ജനറേഷൻ ഓക്കെ ആയിരിക്കും. പക്ഷെ അത് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനെ കാണാൻ കിട്ടില്ല. കാരണം അവിടെ ഒരു കസ്റ്റമർ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ റെഗുലറായിട്ട് ഇപ്പം സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും 24 hours ഫോണിലാണ് ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ നമ്മളില്ലേ, വി ആർ ലൂസിങ് ഔട്ട് ബിഗ് സ്പേസ്. നമ്മളതിനെ R&D എന്നുള്ള രീതിയിൽ കാണുകയാണെങ്കിലേ നമ്മുടെ ബിസിനസ്, നമ്മുടെ പ്രൊഡക്റ്റ്, നമ്മുടെ സർവീസ് അത് നാളേക്കും നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് ചെയ്യുന്ന റിസർച്ച്, നമ്മൾ ഇന്ന് ചെയ്യുന്ന R&D അതിൽ പ്രധാനപ്പെട്ടതാണ്. ഈ ഒപ്റ്റിക്കൽ ഷോറൂംസുകളൊക്കെ ഒരു പക്ഷേ അത്തരം R&Dയിലേക്ക് പോയിട്ടില്ല എങ്കിൽ
നേരത്തെ പറയുന്നത് പോലെ ബെറ്റർ എക്സ്പീരിയൻസ് ഉള്ള ബെറ്റർ സർവീസ് ഉള്ള ഒരു ബ്രാൻഡ് ഇതിനെ കില്ല് ചെയ്യുന്നതാണ്. അതൊരു പാർട്ട് ഓഫ് ദ എവല്യൂഷൻ, പരിണാമത്തിന്റെ ഒരു ഇതിലേക്ക് പോകും. പക്ഷെ അങ്ങനെ ചത്തു കൊടുക്കണമെന്നില്ല ആക്ച്വലി. കാരണം നമുക്ക് വി ക്യാൻ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല. പക്ഷെ ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എടുക്കണം. ഓക്കെ, ഞാനിത് ഫിഗർ ഔട്ട് ചെയ്തിരിക്കും, അതായിട്ട് തീരുമാനിച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വഴികൾ തന്നെത്താനെ തുറക്കും ഉറപ്പായിട്ടും. അപ്പം ആ ഒരു എക്സസൈസ് ഓൺലൈനിലേക്ക് വരിക, ഡിജിറ്റൽ ആവുക. പിന്നെ ഇതിൻ്റെ കൂടെ ഒന്നും കൂടി എനിക്ക് പറയാനുള്ളത്, എൻ്റെ ഒരു ക്ലയൻറ്റ് പറഞ്ഞു, ഞങ്ങൾക്ക് ഓൺലൈൻ ഉണ്ടാക്കി തന്നാൽ മതി, ദാറ്റ്സ് ഇറ്റ്, വി ആർ നോട്ട് ഞങ്ങൾ സെയിൽ എക്സ്പെക്ട് ചെയ്യുന്നില്ല, ഞങ്ങൾ പ്രോഫിറ്റ് ഒന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല, ഞങ്ങൾക്ക് ഓൺലൈൻ വേണം, കാരണം ബാക്കി എല്ലാവർക്കും ഓൺലൈൻ ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്കും വേണം. അപ്പോൾ അവരെ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഓൺലൈനിന് കാര്യമായിട്ടൊന്നും ചെയ്യാനൊന്നും പറ്റൂല, നമുക്ക് നല്ലൊരു വെബ്സൈറ്റ് ഉണ്ടായിക്കോട്ടെ. ഞാൻ എന്ത് ചെയ്തു, ഞാൻ നേരെ പോയി ഫസ്റ്റ് ഡേ തന്നെ സെയിലായിട്ട് ഉണ്ടാക്കി കൊടുത്ത്. അപ്പോഴാണ് അവർ ഇതിനകത്തിന് സെയിലൊക്കെ വരൂല്ലേ, കാരണം അവർ അത്രയും കാലം വിചാരിച്ച ഇതിന് സെയിൽ വരില്ല എന്നാ. അതിപ്പോൾ ഒരു മേജർ റവന്യൂ ചാനലായി മാറി. അപ്പം ചില ബിസിനസ്, അപ്പം ദ പോയിന്റ് ഇസ്, ഇത് പ്രോഫിറ്റബിൾ ആയിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഓൺലൈൻ പ്രസൻസ് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ഓൺലൈൻ പ്രസൻസ് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ഓഫ്ലൈൻ സ്റ്റോഴ്സിൽ സെയിൽ കൂടി, അവർക്കൊരു ബ്രാൻഡ് ഇമേജ് ഉണ്ടായി. ഇതേപോലെ എനിക്ക് മാർക്കറ്റിംഗ് എൻ്റെ അടുത്ത് ആസ് എ ബിസിനസ് യൂണിറ്റ് എൻ്റെ അടുത്ത് ഫണ്ടില്ല. കുറച്ച് കഴിഞ്ഞപ്പം ഓഫ്ലൈൻ സ്റ്റോഴ്സ് എന്നെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അവർ ഞങ്ങൾ തരാം ഫണ്ട്, നീ ആഡ് ചെയ്യ്. ഞാൻ ആഡ് ചെയ്താൽ പ്രോഫിറ്റബിൾ ആവില്ല, ഇറ്റ് ഈസ് ഫൈൻ, കാരണം അവിടെ സെയിൽ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അത് ടാഞ്ചിബിളി കാണിക്കാനുള്ളൊരു വഴി ഞാൻ എപ്പോഴും കണ്ടുപിടിച്ചിട്ടില്ല. എത്ര സെയിൽ, ഞാൻ പറയുന്നത് എൻ്റെ കൺവേർഷൻ റേറ്റ് 3 or 4 times ആണ്. പക്ഷെ ടാഞ്ചിബിളി എനിക്ക് കാണിക്കാൻ പറ്റില്ല, കാരണം അവർ ചിലപ്പം ഓൺലൈനിൽ വന്ന് സാധനങ്ങളൊക്കെ നോക്കിയിട്ട്, ഒരു ജനറേഷൻ അങ്ങനെ തന്നെ ഉണ്ട്, ഓൺലൈനിൽ വന്ന് കംപ്ലീറ്റ് റിസർച്ച് ചെയ്യും, എല്ലാം ചെയ്യും, എന്നിട്ട് ഔട്ട്ലെറ്റിൽ പോയി വാങ്ങിക്കാം. ഇല്ല, ഞാനിപ്പോൾ ഒരു ലിപ് ബാം വാങ്ങിക്കുകയാണ്. ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ലിപ് ബാമിനെ കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് ഞാൻ തൊട്ടടുത്തുള്ള മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ആ ലിപ് ബാം ചോദിക്കുകയാണ്. അപ്പോൾ ആ ലിപ് ബാമിന് ഞാൻ ഓൺലൈനിൽ കണ്ട പ്രൈസ് 40 രൂപയാണെങ്കിൽ അയാൾ എൻ്റെ അടുത്ത് 60 ചാർജ് ചെയ്താൽ ഞാൻ അതങ്ങനെ 60 ആവുക, ഇത് 40 വേണമെന്ന രീതിയിലേക്ക് പറയും. അത്രയും ഡിസിഷൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റാണ്, ഡിസിഷൻ മേക്കിങ്ങിൽ കസ്റ്റമർ അത്രയും അവെയർ ആണ്. ഈ ഓൺലൈനിൽ ഈ ലിപ് ബാം ഇല്ല എങ്കിൽ, ഈ ലിപ് ബാമിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ചോദ്യം ആ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് ഞാൻ ചോദിക്കില്ല, ആ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ധാരണയും എനിക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ്. അത് ഈ സൺസ്ക്രീൻ ആണെന്നുണ്ടെങ്കിലൊക്കെ ആളുകൾ, അല്ലെങ്കിൽ കോസ്മെറ്റിക് ഐറ്റംസുകളുടെ ബ്രാൻഡുകളുടെ കൂടെ വർക്ക് ചെയ്യുന്നത് ഞാൻ പറയാൻ. ഓൺലൈനിൽ ഇതിൻ്റെ A to Z കാര്യങ്ങളും ഇതിൻ്റെ സൈഡ് എഫക്ട്സും ഇതിൻ്റെ MRPയും ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇവർ പഠിച്ചിട്ടാണ് വരുന്നത്. സ്റ്റോർ അവിടെ വേണം, സ്റ്റോറിൽ നിന്നാണ് ഇവർ പർച്ചേസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഈ ഒരു കസ്റ്റമേഴ്സിനെ നമ്മൾ സെഗ്മെന്റ് ചെയ്യുന്ന സമയത്തെ ഓൺലൈനിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഓഫ്ലൈൻ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർ, ഇപ്പോൾ ഞാൻ ജ്വല്ലറികളുടെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ അതിൻ്റെ സ്ക്രീൻഷോട്ടായിട്ടാണ് വരുന്നത്. ഇപ്പോൾ സ്റ്റോറിയുടെ പവർ, നമ്മൾ വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ ഒരു ഓർണമെന്റ്സിന്റെ ഡിസൈൻ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സ്ക്രീൻഷോട്ടായിട്ട് ബ്രൈഡ് സ്റ്റോറിൽ വന്ന് ചോദിക്കുകയാണ് എനിക്കിത് വേണോ എന്നുള്ളത്. നേരത്തെ പിൻട്രസ്റ്റിൽ ഡിസൈൻ എടുത്ത് വരുന്ന പോലെ തന്നെ നമ്മുടെ കളക്ഷൻസ് ആയിട്ട് വരികയാണ്. ഒരു സിറ്റിയിലേക്ക് പർച്ചേസിന് വരുന്ന ബ്രൈഡ് ആ സിറ്റിയിലുള്ള മൊത്തം ജ്വല്ലറികളുടെയും കളക്ഷൻസ് ഒന്ന് ഇൻസ്റ്റാഗ്രാമിൽ പോയി നോക്കിയിട്ടാണ് വരുന്നത് എന്നുള്ളതാണ്. ജ്വല്ലറി ഒന്നും ഓൺലൈനിൽ ആൾക്കാർ വാങ്ങിക്കൊള്ളണം എന്നില്ലെങ്കിൽ പോലും വാങ്ങുന്ന ആളുകൾ ഉണ്ട് കേട്ടോ. ഞാൻ ഇന്നലെയും കൂടിയും ഒരു ജ്വല്ലറി ഓണർ കണ്ടിട്ടുള്ളൂ. ഹി ഡസ് മോർ ദാൻ എ ക്രോർ ഓൺലൈനിൽ മാത്രം. അത് ഇപ്പൊ നമുക്ക് കുറെ കൂടി ഈ പറയുന്ന സർട്ടിഫിക്കറ്റ്സും BIS ഹോൾമാർക്കും GST ബില്ലും EWA ബില്ലും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഒരു കളക്ഷൻ നമുക്ക് ഇഷ്ടപ്പെട്ടാൽ, ഡിസൈൻ നമുക്ക് ഇഷ്ടപ്പെട്ടാൽ, അതൊരു ലൈറ്റ് വെയിറ്റ് ഓർണമെന്റ് ആവാം, അല്ലെങ്കിൽ ഒരു ആന്റി കളക്ഷൻസ് ആവാം. ഒരു പക്ഷേ ഗുജറാത്തിൽ നിന്നൊക്കെ കേരളത്തിലുള്ള കളക്ഷൻസ് ആൾക്കാർ ഓർഡർ ചെയ്യുന്നുണ്ട്. അതിന്റെ ബുദ്ധിമുട്ടൊന്നും ഇപ്പം ഇല്ല. ഇത് സ്വർണത്തിന് പകരം ഇഷ്ടിക വരുമെന്നൊന്നും ആർക്കും പേടിയൊന്നുമില്ല. പിന്നെ ഇതെല്ലാം ബേസിക്കലി എങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ കവേർഡ് ആണ്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞ സാധനമൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഇതൊന്നും ഒരു പ്രാവശ്യം ഒരു കസ്റ്റമർക്ക് ബാഡ് എക്സ്പീരിയൻസ് കൊടുത്തു കഴിഞ്ഞാൽ ആ കസ്റ്റമർ 100 ആൾക്കാരോട് പറയും, ആ 100 ആൾക്കാർ 1000 ആൾക്കാരോട് പറയും. നിങ്ങളെ ബ്രാൻഡ് ചാവാൻ വലിയ സമയമൊന്നും വേണ്ട. നമ്മൾ നേരത്തെ വെറുതെ പറഞ്ഞു പോയി ഓൺലൈൻ റെപ്യൂട്ടേഷൻ മാനേജ്മെന്റ് എന്നുള്ളത്. കറക്റ്റ്. ഇപ്പൊ ഞാൻ ലോകത്തെ ഏറ്റവും മികച്ച ബിരിയാണികൾ കിട്ടുന്ന ഒന്ന് പാരഗൺ ആണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പാരഗണിന്റെ റിവ്യൂ വലിയൊരു ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പോഡ്കാസ്റ്റിൽ പേര് പറയാൻ ഞാൻ കരുതുന്നു. പാരഗണിന്റെ റിവ്യൂലേക്ക് പോയി കഴിഞ്ഞാൽ 1 സ്റ്റാർ നിങ്ങൾ സോർട്ട് ചെയ്തിട്ട് 1 സ്റ്റാർ മാത്രം നോക്കുക. അതിലൊരു കമന്റ് ആണോ അല്ലെങ്കിൽ ഒരു റിവ്യൂ ആണ്, ദ വേഴ്സ്റ്റ് ബിരിയാണി ഐ ഹാവ് എവർ ഹാഡ്. ഇവന്റെ ബിരിയാണിയെ കുറിച്ചുള്ള സങ്കല്പം എന്താണെന്നേ,
നമ്മൾ പാരകളിൽ ഏറ്റവും മികച്ച ബിരിയാണി കിട്ടുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതെ ബട്ട് സ്റ്റിൽ അതെ പാരകളിലെ ബിരിയാണിയെ കുറിച്ച് മോശം അഭിപ്രായം പറയുന്ന ആളുകളുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് ഈ റിവ്യൂലേക്ക് പോയി കഴിഞ്ഞാൽ. അതെ അപ്പോൾ നമ്മളവിടെ ഓൺലൈൻ റെപ്യൂട്ടേഷൻ മാനേജ്മെന്റ് ഭയങ്കര പ്രധാനപ്പെട്ട ഒന്നായിട്ട് മാറും. നമുക്ക് ഒരു പക്ഷേ 100% നമ്മുടെ കസ്റ്റമേഴ്സിനെയും ഹാപ്പി ആക്കാൻ പറ്റില്ല ടു വേരിയസ് റീസൺ. നമ്മളൊരു അഡ്വർടൈസ്മെന്റ് അങ്ങനെ ആക്കാച്ച് നമ്മളൊക്കെ വി ആർ ലൈക്ക് ഗോഡ് അല്ലേ? അതെ, നമ്മൾ പല കാരണങ്ങൾ കൊണ്ടാവാം. ഞാൻ എപ്പോഴും പറയുന്ന എക്സാമ്പിൾ ഉണ്ട്. നമ്മളൊരു ചെറിയൊരു അഡ്വർടൈസ്മെന്റ് കാണാറില്ലേ, ഷെയ്ക്ക് വെൽ ബിഫോർ ഇറ്റ് യൂസ് എന്ന് പറഞ്ഞിട്ട്. അത് ആക്ച്വലി ആ ഒരു സിറപ്പ് അല്ലെങ്കിൽ ആ മരുന്നാണ് ഷെയ്ക്ക് ചെയ്തിട്ട് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. അത് പകരം ആ അമ്മച്ചിയെ പിടിച്ച് കുലുക്കിയിട്ട് അത് കൊടുക്കുകയാണ്. എന്നിട്ട് ഒരു പക്ഷേ ഇത് ആ യൂസ് ചെയ്യേണ്ട മെത്തേഡിലല്ല യൂസ് ചെയ്തെങ്കിൽ ആ അമ്മച്ചിക്ക് ആ തലവേദനയോ അല്ലെങ്കിൽ ജലദോഷമോ മാറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കമ്പനിയെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവും. ഒരു കാര്യം നിങ്ങൾ ഫ്രിഡ്ജ് വാങ്ങിക്കുന്നു, 4 മണിക്കൂർ നേരം നിങ്ങൾ ആ ഫ്രിഡ്ജ് പവർ ചെയ്യാൻ പാടില്ല, അത് വെക്കണം, ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ അതിനകത്ത് മറ്റു കാര്യങ്ങളൊക്കെ മിക്സ് ആയി പോയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിത് പാലിക്കാതെയാണ് നമ്മളിത് പ്ലഗ് ഇൻ ചെയ്തത്. നമ്മളൊരു ഫോൺ വാങ്ങിച്ചു, 6 മണിക്കൂർ നിങ്ങളത് ചാർജ് ചെയ്തതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. നമ്മളത് കിട്ടിയ ഉടനെ ഉപയോഗിച്ചു. എന്നിട്ട് ഒരു മാസം കൊണ്ട് നിങ്ങളുടെ ഫ്രിഡ്ജിന് കംപ്ലൈൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് നിങ്ങളുടെ ഫോണിൽ ചാർജ് നിൽക്കില്ല എന്നുള്ള പ്രശ്നത്തിൽ നിങ്ങൾ ഹാപ്പി ആവാതെ പോകും. ശരിയല്ലേ? ഇപ്പോൾ റെസ്റ്റോറൻറ്റിൽ വന്ന് ബിരിയാണി കഴിച്ച സമയത്ത് ഇവൻ്റെ നാവിന് വല്ല പ്രശ്നവും പറ്റിയതാവാം. ഇവൻ ആ സമയത്ത് ആ ബിരിയാണി കഴിക്കാനുള്ള എൻജോയ് ചെയ്യാനുള്ള ഒരു മൂഡില്ലാതാവാം. എക്സ്പെക്ട് ചെയ്ത പോലെ അവന് ബിരിയാണി കിട്ടിയില്ലെന്ന് ഉറപ്പാണ്. കാര്യം അതുകൊണ്ടാണല്ലോ അവൻ നെഗറ്റീവ് റിവ്യൂ ഇട്ടത്. അപ്പോൾ ബ്രാൻഡിന് ഓൺലൈൻ റെപ്യൂട്ടേഷൻ മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഓൺലൈനിൽ ഒരു സെയിൽ പോലും ഇല്ലെങ്കിൽ ഒരു പ്രശ്നമില്ല, പക്ഷേ യുവർ റെപ്യൂട്ടേഷൻ അത് നമ്മൾ എന്ത് പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോഴും നമ്മൾ റിവ്യൂ ഒന്നും കൊടുക്കില്ലായിരിക്കും. പക്ഷേ നമ്മൾ വാങ്ങിക്കുക റിവ്യൂ നോക്കിയിട്ടാ. ഉറപ്പായിട്ടും നേരത്തെ വാങ്ങിയ ആളുകൾ എന്ത് പറയുന്നു എന്നതിന് അടിസ്ഥാനത്തിലാണ് പുതിയൊരാൾ ഒരു ഉൽപ്പന്നം വാങ്ങുന്നത്. അതെ, അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു ബിസിനസ്സുകാരൻ മനസ്സിലാക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അത് പറയുമ്പോൾ ഇപ്പം എനിക്കൊരു 10 ഔട്ട്ലെറ്റ് ഉണ്ട്, നല്ല ബ്രാൻഡാണ്, നല്ല ആൾക്കാരൊക്കെ അറിയുന്ന ബ്രാൻഡ്. പക്ഷെ ഞാൻ ചില സമയത്ത് ആ ഔട്ട്ലെറ്റിൽ പോകണം കേട്ടോ, മറ്റോടത്ത് പോയാൽ മതി, അവിടെ സർവീസ് നല്ല. അത് മിക്കവാറും ഗൂഗിൾ റിവ്യൂസിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മനസ്സിലാവുകയും ചെയ്യും അതെ ഇവിടെ മോശമാണ്. പക്ഷെ അതേ ബ്രാൻഡ് സെയിം സാധനങ്ങൾ വെക്കണം വേറെ ഔട്ട്ലെറ്റ്, അവിടെ അടിപൊളി സർവീസ് ആയിരിക്കും. അപ്പം കസ്റ്റമേഴ്സ് പറയും അവിടെ പോകണ്ട കേട്ടോ, അവിടെ വളരെ മോശമാണ്, ഇവിടെ പോയാൽ മതി. അത് ആ കസ്റ്റമേഴ്സിൻ്റെ റൈറ്റ്സ് ആണ്, അല്ലെങ്കിൽ അവരുടെ ഒരു എന്താ പറയുക അവകാശമൊക്കെ പോലെ തന്നെയാണ് അതിനെ നമ്മൾ കാണേണ്ടത്. അതെ, അപ്പം അവിടെ ഒരു 5 സ്റ്റാർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്യുക. അഥവാ കിട്ടിയില്ലെങ്കിൽ പോലും എന്തുകൊണ്ടാണ് അത് കിട്ടാതെ പോയെന്ന് മനസ്സിലാക്കുക, അത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള അവസരം വീണ്ടും ബെഗ് ചെയ്യുക, ചോദിക്കുക എന്നുള്ളതാണ്. ഇനിയും എനിക്കൊരു അവസരം തരികയാണെന്നുണ്ടെങ്കിൽ മറ്റൊരു മികച്ച ബിരിയാണി സെർവ് ചെയ്യാൻ എനിക്കൊരു അവസരം തരണം എന്നൊക്കെയുള്ളതാണ്. ഞാൻ എന്തായാലും അറിയോ, പിന്നെ 5 സ്റ്റാർ റിവ്യൂ എന്നാൽ വിൽ ബി വെരി ഹാപ്പി. ഞാൻ നല്ലൊരു കമൻറ്റ് ഇടും, റിപ്ലൈ കൊടുക്കും. 1 സ്റ്റാർ റിവ്യൂ അവനെ എങ്ങനെയെങ്കിലും ഞാൻ കണ്ടുപിടിക്കും, ആളാരാൻ കണ്ടുപിടിക്കും. ആദ്യം തന്നെ നിങ്ങൾ റിവ്യൂ ഞങ്ങൾ കണ്ടു, വി ആർ റീഫണ്ടിങ് യു ദ ഹോൾ മണി, ഫസ്റ്റ് തിങ്. അതോടുകൂടി കസ്റ്റമർ ഓക്കെ ആയി. ഓക്കെ, ഇനി എന്തായിരുന്നു പ്രശ്നം ശരിക്കും, ഞങ്ങൾക്ക് അത് സോൾവ് ചെയ്യാനാ. അത് സോൾവ് ചെയ്തോ, ഇറ്റ്സ് എ ലൈഫ് ലോങ് കസ്റ്റമർ. ഞാൻ നോർമലി ഈ ഒരു പുവർ കസ്റ്റമർ സർവീസ് റീഫണ്ട് ഒരു ക്ലയന്റ് അക്വിസിഷൻ കോസ്റ്റ് ആണ്. കറക്റ്റ്, ഒരു ഡൗട്ടും ഇല്ല. പിന്നെ അവിടെ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം പഠിക്കും, എന്തോ റീസൺ ഉണ്ടായിട്ടുണ്ടല്ലോ ഉറപ്പായിട്ടും മോശം. അപ്പം നമുക്കത് ചോദിച്ച് മനസ്സിലാക്കി കറക്റ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ട്. തീർച്ചയായിട്ടും. പക്ഷെ നോർമലി വേറെ R&Dയുടെ ഭാഗമാണ്. അത്തരം നമ്മൾ ലിസൺ ചെയ്യുന്ന സമയത്ത് മാത്രമേ നമ്മുടെ പ്രൊഡക്റ്റ് നാളേക്കും ഫിറ്റായിട്ട് നമുക്ക് ഇനിയും ഇമ്പ്രൂവ് ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ കേട്ടോ. അതെ, അപ്പോൾ ആ ഒരു ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതേപോലത്തെ എത്ര കസ്റ്റമേഴ്സ് നമുക്ക് എക്സ്ട്രാ കിട്ടും. പിന്നെ ആ കസ്റ്റമർ നോർമലി നമ്മൾ അങ്ങനെ ഒരു കസ്റ്റമർ വളരെ എന്താ പറയുക ബാഡ് എക്സ്പീരിയൻസ് കിട്ടി അല്ലെങ്കിൽ നമ്മളെ പുവറായിട്ട് റിവ്യൂ ചെയ്ത ഒരു കസ്റ്റമർ എടുത്തിട്ട് നമ്മൾ ഒരു പോസിറ്റീവ് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ആ കസ്റ്റമർ പലപ്പോഴും ഞങ്ങളെ ബിസിനസ്സിന് ഏറ്റവും ബെസ്റ്റ് കസ്റ്റമർ ആയിട്ട് വന്നിട്ടുണ്ട്. കാരണം അവർ 100 ആൾക്കാരോട് പറയും, ആ 100 ആൾക്കാർ 1000 ആൾക്കാരോട് പറയും. അത് അവർ കറക്റ്റ് ചെയ്തൊരു ബിസിനസ് ആയിട്ടാണ് അവർ അതിനെ കാണുക. കറക്റ്റ്, നിങ്ങൾ പറഞ്ഞപ്പോഴാണ് എനിക്കത് മനസ്സിലാണ്. ഞാൻ ആ ബിസിനസ്സിന് കുറെ നല്ലത് ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ കറക്റ്റ് ചെയ്ത ഒന്നിനെ എനിക്ക് 4 ആളോട് പറഞ്ഞാൽ കിട്ടുന്ന ഒരു സന്തോഷം ഒന്ന് തന്നെ ആയിരിക്കും. അതങ്ങനെ ആയിരുന്നില്ല അവർ കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ ഇപ്പം നന്നായിട്ട് പോകുന്നുണ്ട്, ഞാനത് ചെയ്തു എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ അയാൾക്ക് കിട്ടി. കറക്റ്റ്. ഒരു ബിസിനസ്സിൻ്റെ അകത്ത് കസ്റ്റമേഴ്സിൻ്റെ ആക്ഷൻസ്, നേരത്തെ എൻഗേജ്മെന്റ് പറഞ്ഞ പോലെ തന്നെ കസ്റ്റമേഴ്സ് എടുക്കുന്ന ആക്ഷൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ്. പഴയതുപോലെ നമുക്കൊരു ബ്രാൻഡിൻ്റെ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൻ്റെ കമ്മ്യൂണിക്കേഷൻ ഒരു ഏജൻസിക്കോ ആ ബിസിനസ് സൈഡിൽ നിന്നോ മാത്രം കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതെ, അത് പബ്ലിക് അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാക്കുന്നുണ്ട്. നമ്മളൊരു കവലയിൽ ഇറങ്ങിയിട്ട് ഈ പയ്യൻ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്ന പോലെ തന്നെയാണ് ഇന്ന് ഒരു മാർക്കറ്റിൽ ഒരു ബിസിനസ് അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഡക്റ്റ് എങ്ങനെയുണ്ട്, സർവീസ് എങ്ങനെയുണ്ട് എന്നുള്ളത് പോകുന്നത്. ഈ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കൽ നിർബന്ധം. അതെ, യൂസർ ജനറേറ്റഡ് കണ്ടന്റ്
ഇമ്പോർട്ടൻസ് വളരെ, കാരണം ഞാനിപ്പോൾ അത് മോണിറ്റർ ചെയ്യാൻ ഒരു മെക്കാനിസം ഞാൻ കണ്ടില്ല. കാരണം എല്ലാ പ്ലാറ്റ്ഫോംസിലും കസ്റ്റമേഴ്സ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, ഈ വാട്സാപ്പിൽ പ്രത്യേകിച്ചും വാട്സാപ്പിൽ ഒരു കോൺവെർസേഷൻ നമുക്ക് ട്രാക്ക് ചെയ്യാൻ കഴിയില്ല. ബിക്കോസ് ഞാൻ ഹുദൈഫിനോ പറയുന്ന കാര്യം അവിടെ എല്ലാ പ്രൊഡക്ഷൻ ക്രൂ അറിയില്ല വാട്സാപ്പിൽ. അപ്പം നമ്മൾ മാക്സിമം പബ്ലിക്കായിട്ട് കിട്ടുന്ന റിവ്യൂസ് എന്തുകൊണ്ടാണ് ആ റിവ്യൂ വന്നത് എന്നും അത് എനിക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് കണ്ടുപിടിച്ചിട്ട് അത് കറക്റ്റ് ചെയ്യുന്നിടത്ത് ആ ബിസിനസ്സിൻ്റെ വിജയം കിടക്കുന്നുണ്ട്. ഉറപ്പായിട്ടും. ഓക്കെ, ഇനി ഞാൻ വേറൊരു കാര്യം ചോദിക്കാം. എനിക്ക് അറിയില്ല, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു റീബോക്കിൻ്റെ ഫ്രാഞ്ചൈസി എടുത്തു. അതെ, കോഴിക്കോട് എടുത്ത് ഞാൻ അവിടെ ഫ്രാഞ്ചൈസി ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു 10-15 കിലോമീറ്റർ അല്ലെങ്കിൽ 20 കിലോമീറ്റർ റേഡിയസിലുള്ള കസ്റ്റമേഴ്സിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ ആ ഫ്രാഞ്ചൈസി അവിടെ ഉള്ളതുകൊണ്ടും റീബോക്ക് നല്ലവണ്ണം കസ്റ്റമർ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ചെയ്യുന്നത് കൊണ്ടും ഓൺലൈനിലും സെയിൽ വരും. ഈ സെയിൽ ആ ഏരിയയിൽ ആ ഒരു ഔട്ട്ലെറ്റിൻ്റെ ഒരു 10-15 കിലോമീറ്റർ റേഡിയസിൽ സെയിൽ വന്നു കഴിഞ്ഞാൽ ആ ഔട്ട്ലെറ്റിന് കൊടുക്കുന്ന ഒരു സിസ്റ്റം ഇപ്പം നിലവിലുണ്ടോ? എന്നാലല്ലേ ആ ഔട്ട്ലെറ്റിൽ ആ ഫ്രാഞ്ചൈസി എടുത്ത ആൾക്ക് ഇത് കുറച്ചും കൂടി ഓൺലൈനിൽ ചെയ്യണം, ഡിജിറ്റൽ ചെയ്യണം എന്നൊക്കെ തോന്നുന്നു. കാരണം എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ലോക്കലൈസ്ഡ് കണ്ടൻറ്റ്. ഇപ്പം നമ്മൾ എന്തുകൊണ്ട് ഇ-കോം ഷോ മലയാളത്തിൽ ചെയ്യുന്നു? ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. മലയാളത്തിൽ പറയുമ്പോൾ സ്വന്തം ലാംഗ്വേജിൽ പറയുമ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റും. പല ബ്രാൻഡുകൾക്കും പല ലാംഗ്വേജും ചിലപ്പോൾ അവർ ഒന്നും ചെയ്യുന്നുണ്ടാവില്ല. നേരെ മറിച്ച് അവിടെ ഒരു ഫ്രാഞ്ചൈസി ഉണ്ടെങ്കിൽ ആ ഫ്രാഞ്ചൈസിക്ക് ലോക്കലൈസ്ഡ് വേർഷൻ ഓഫ് ദാറ്റ് കണ്ടന്റ് ചെയ്യാം. പക്ഷെ അവർ ചെയ്യില്ല. കാരണം എന്തുകൊണ്ട്? ഓൺലൈനിൽ സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടില്ലല്ലോ. ഇങ്ങനത്തെ ഒരു സിസ്റ്റം എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഹുദൈഫ്? എനിക്ക് തോന്നുന്നു എസ്റ്റാബ്ലിഷ്ഡ് ബ്രാൻഡുകൾ അങ്ങനെ ഒരു ഫിസിക്കൽ സ്റ്റോർ അല്ലെങ്കിൽ ഒരു ഓഫ്ലൈൻ സ്റ്റോറിലെ പാർട്ട്ണറായിട്ടുള്ള, അതായത് ഈ ഫ്രാഞ്ചൈസി ഓണർ അല്ലെങ്കിൽ അവരുടെ പാർട്ട്ണറായിട്ടുള്ള ഈ സ്റ്റോറിനെ ഓൺലൈൻ്റെ വെർട്ടിക്കൽ കൂടി ഒരു പ്രോഫിറ്റ് ഷെയർ വരുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. ചില ആളുകൾ ഇപ്പോൾ ഓൺലൈൻ സ്റ്റോർ ആരംഭിക്കുന്ന സമയത്ത് അവർ ഓഫ്ലൈനിൽ ഈ പ്രൊഡക്റ്റുകളൊക്കെ വിൽക്കുന്നുണ്ടാവും. ഇതിന് ഇനി ഓൺലൈനിൽ വിൽക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ റിബോക്കിൻ്റെ ഫ്രാഞ്ചൈസി ഓണറാണ്. ഞാനൊരു ഇ-കോമേഴ്സ് സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ അകത്ത് റിബോക്ക് ഉണ്ട്, സ്കെച്ചേഴ്സ് ഉണ്ട്, അഡിഡാസ് ഉണ്ട്, എല്ലാ പ്രൊഡക്റ്റുകളുണ്ട്. ഓൾറെഡി ഇത് റിബോക്ക് അതിൻ്റെ ബെസ്റ്റ് പ്രൈസിൽ അവരുടെ ഓൺ പ്ലാറ്റ്ഫോമിലും അതല്ലാത്ത മറ്റ് റീസെല്ലർ പ്ലാറ്റ്ഫോമിലൊക്കെ ആയിട്ട് ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ ഇത് സെല് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അവിടെ എൻ്റെ നെറ്റ് പ്രോഫിറ്റ്, നെറ്റ് മാർജിൻ എന്ന് പറയുന്ന കാര്യത്തിലൊക്കെ വളരെ കൂടുതലാണ്. കാര്യം ഞാനിവിടെ ആഡ് ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് വേണം എനിക്ക് ഇതിനകത്തൊരു പർച്ചേസൊക്കെ വരുന്നുണ്ടാവാം. പക്ഷെ തിരിച്ചുള്ള പോസിബിലിറ്റി ഷാൻഭായ് പറഞ്ഞതുപോലെ തന്നെ ഒരു ഓഫ്ലൈൻ സ്റ്റോർ വഴി ഓൺലൈനിലേക്കുള്ള ബിസിനസ് കൊണ്ടുവരുന്ന രീതിയിലേക്ക് പോകാവുന്നത്. അതെ, അതിൽ എൻ്റെ ഒരു കാൽക്കുലേഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ ഓഫ്ലൈനിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് എങ്കിൽ നിങ്ങൾ അഡ്വർടൈസിങ് ബഡ്ജറ്റോ കാര്യങ്ങളോ ഒന്നുമില്ലെങ്കിൽ പോലും നിങ്ങളൊരു ഓൺലൈൻ സ്റ്റോർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ഓഫ്ലൈനിൽ എത്രയാണോ ചെയ്യുന്നത് അതിൻ്റെ 10% നിങ്ങൾക്ക് ടാപ്പ് ചെയ്യാൻ സാധിക്കും. 1,00,000 രൂപയുടെ ബിസിനസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങളൊരു ഇ-കോമേഴ്സ് സ്റ്റോർ ഓൺലൈനിലേക്ക് വരുന്ന സമയത്ത് 1,00,000 രൂപയുടെ ബിസിനസ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളൊരു ഓൺലൈൻ സ്റ്റോർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് അതിൻ്റെ ഒരു 10,000 നിങ്ങൾക്ക് ഓൺലൈനിൽ നിന്ന് ഒന്നും ചെയ്യാതെ തന്നെ അടിക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അത് ഈ ഓഫ്ലൈൻ സ്റ്റോർ ഓൺലൈനായി മാറുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് നെറ്റ് പ്രോഫിറ്റ് എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്, മാർജിൻ എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ഇഫ് പോസിബിൾ നിങ്ങൾക്ക് റിബോക്കിൻ്റെ പോലെയുള്ളൊരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്ത് നിങ്ങളുടെ ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമിൽ വിൽക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അതിലായിരിക്കും ഒരു മാർജിൻ കൂടുതലുണ്ടാവും. അതിൽ ഭയങ്കര മാർജിനാണ്. മീൻസ് അത് നമ്മൾ ഓഫ്ലൈൻ സ്റ്റോർ ചെയ്യുന്ന പോലെ തന്നെ ഓഫ്ലൈൻ സ്റ്റോറിൽ ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ആദ്യം നമ്മൾ കുറേ പ്രൊഡക്ട്സ് കൊണ്ടുപോയി വെക്കും. പിന്നെ നമുക്ക് മനസ്സിലാവും ഇന്നെന്ന പ്രൊഡക്ട്സിലാണ് ഏറ്റവും കൂടുതൽ മാർജിനിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ പ്രൊഡക്റ്റ് കുറച്ചും കൂടി കൂടുതൽ കൊണ്ട് ഉദൈഫ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ അതിൻ്റെ കുറച്ചും കൂടി കൂടുതൽ ഹോൾസെയിലർ ആവാൻ ശ്രമിക്കും, ഡിസ്ട്രിബ്യൂട്ടർ ആവാൻ ശ്രമിക്കും. കുറച്ച് നമ്മൾ വൈറ്റ് ലേബിൾ ചെയ്യും. അതെ, നമ്മളൊരു ബ്രാൻഡ് ആയിട്ടുണ്ടെങ്കിൽ ഓക്കെ ഈ പ്രൊഡക്റ്റ് എനിക്ക് തന്നെ ഉണ്ടാക്കിയിട്ട് എനിക്ക് തന്നെ വിറ്റാൽ എന്താ. അപ്പോൾ ഓൺലൈനിൽ അപ്പോൾ ഇപ്പം ഞാൻ ആക്ച്വലി അത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ആ ഏരിയയിൽ നിന്നുള്ള, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ റീബോക്ക് ഇവിടെ എത്താൻ കുറച്ച് സമയമുണ്ടല്ലോ. റീബോക്ക് അവർ പിന്നെ സെൻറ്ററിന് ഷിപ്പ് ചെയ്തിട്ട് ഇവിടെ എത്തണമല്ലോ. അതിന് പകരം കസ്റ്റമർ ചൂസ് ചെയ്യുകയാണ്, എനിക്ക് ഈ ഔട്ട്ലെറ്റിന് മതി, ആ ഔട്ട്ലെറ്റിന് ആ സെയിൽ കൊടുക്കുക. അപ്പോൾ എന്ത് സംഭവിച്ചോ, ആ ഔട്ട്ലെറ്റും വളരെ ഹാപ്പി ആയിരിക്കും ടു ഡു എവറിത്തിങ് ദാറ്റ് ഈസ് പോസിബിൾ. സെയിം ഡേ ഡെലിവറി അല്ലെങ്കിൽ സെയിം ഡേ അല്ല, വിത്തിൻ 1 hour. കാരണം നമ്മളിപ്പോൾ സംസാരിച്ച അനുസരിച്ച് ഇൻസ്റ്റാമാർട്ട് 10 മിനിറ്റിനോടാ അല്ലെങ്കിൽ 7 മിനിറ്റിനോട്. 7 മിനിറ്റ് പറഞ്ഞ ഒരു സാധനം പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അല്ല എനിക്ക് 7 മിനിറ്റിനോട്, ഞാൻ 10 മിനിറ്റ് പറഞ്ഞപ്പോൾ ഒരുത്തൻ പറയുന്നത് എനിക്ക് 7 മിനിറ്റിനോട് കിട്ടും. അപ്പം ആ കൈൻഡ് ഓഫ് ഡെലിവറി എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റും. അപ്പം എന്ത് സംഭവിക്കും, ബ്രാൻഡിനും നല്ലതാണ്. കാരണം കസ്റ്റമർക്ക് കൺവീനിയൻസ് ആണ്. എത്ര പെട്ടെന്ന്, അതിപ്പം ഷൂസ് ആയിക്കോട്ടെ, ട്രിമ്മർ ആയിക്കോട്ടെ, ഇനി സൂട്ട് കേസ് ആയിക്കോട്ടെ,
കാരണം ഇപ്പം മോക്കോബറ ബ്ലിങ്കിറ്റും ആയിട്ടൊരു അലൈൻമെന്റ് ഉണ്ട്. ആർക്കാണ് സൂട്ട് കേസ് 10 ഇന്നോണ് വേണ്ടത്? ഇറ്റ്സ് വൺസിന് 10 കൊല്ലത്തിൽ ഒരിക്കലും നടക്കണ ഇവന്റാ. അതുപോലും 10 മിനിറ്റ് കൺവീനിയൻസിലേക്ക് വന്നു. അപ്പം ബ്രാൻഡ്സിനൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അവരെ ഓഫ്ലൈൻ സ്റ്റോർ വെച്ചിട്ട് 10 മിനിറ്റ്, അവർക്കൊക്കെ ഡാർക്ക് സ്റ്റോർ ഉണ്ട് എന്ന് തന്നെ പറയാം. പക്ഷെ അവർ എന്താ പറയുക, അങ്ങനത്തെ ഒരു പോളിസി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പോളിസികൾ ഉടച്ചു വാർക്കണം. അത്തരം ഓപ്പർച്യൂണിറ്റീസുകളൊക്കെ പോകുന്നുണ്ട്. ഹൈബ്രിഡ് അല്ലെങ്കിൽ ഈ ഓൺലൈൻ വെർച്വൽ പ്ലാറ്റ്ഫോംസിലെയും ഈ ഫിസിക്കൽ സ്റ്റോറുകളെയും തമ്മിലുള്ള കമ്പൈൻഡ് ആയിട്ട് പോകുന്ന സമയത്ത് ഉണ്ടാവുന്ന അൾട്ടിമേറ്റ്ലി സെയിൽസ് ആണല്ലോ. അതെ, കറക്റ്റ്. നമ്പേഴ്സ് കൂടാ എന്നുള്ളത് പ്രധാനമാണ്, ടേൺ ഓവർ കൂടാ എന്നുള്ളത് പ്രധാനമാണ്, അതെ, കൂടുതൽ കസ്റ്റമേഴ്സുകൾ ഗ്രാബ് ചെയ്യുക എന്നുള്ളത് പ്രധാനമാണ്. അതെ, ആ ഓപ്പർച്യൂണിറ്റീസുകൾ സ്വാഭാവികമായിട്ടും എല്ലാവരും ഉപയോഗിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. മറ്റും നമ്മൾ ഈ നമ്മളൊരു ഓഫ്ലൈൻ സ്റ്റോറിൽ ഈ റിബോക്കിൻ്റെയും അല്ലെങ്കിൽ അഡ്ഡാസിൻ്റെയും ഒക്കെ പ്രൊഡക്റ്റ് വിൽക്കുന്ന സമയത്തെ അത് താൻ ബാധി ദൈവം ബാധി എന്ന് പറയുന്ന പോലെയാണ്. നമ്മളൊരു ആളുകളുള്ള ഒരു സിറ്റിയിലാണല്ലോ ഈ സ്റ്റോർ കൊണ്ടുപോയിടുന്നത്. അതെ, അവിടെ ഈ ബ്രാൻഡിനെ കുറിച്ച് അറിയാവുന്ന ആൾക്കാരാണല്ലോ ഇത് പർച്ചേസ് ചെയ്ത് പോകുന്നത്. അതെ, നമ്മളിനി ഒരു ഓൺ സ്റ്റോറിൽ നമ്മുടെ സ്വന്തം ഒരു ഫുട്വെയർ പ്രൊഡക്റ്റ് ആണ് നമ്മൾ കൊണ്ടുവരുന്നതെങ്കിൽ ആ ബ്രാൻഡിനെ ആർക്കറിയാം? അതെ, എന്തുകൊണ്ട് അവർ വാങ്ങണം, എന്താണ് അത് ഇപ്പോഴുള്ള മറ്റു പ്രൊഡക്റ്റുകളിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുന്നത്, ഈ കമ്മ്യൂണിക്കേഷന് കൂടി നമ്മൾ ക്യാമ്പയിൻസിൽ കൊണ്ടുവരണം. അതെ. അപ്പം ഷാൻ ഭായിക്ക് തന്നെ അറിയാവുന്ന പോലെ തന്നെ ഞാൻ നേരത്തെ ഒരു പ്രീമിയം കുക്കീസിൻ്റെ ഒരു പ്രൊഡക്റ്റുകൾ ക്യാമ്പയിൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം പ്രൊഡക്റ്റുകൾ നമ്മളത് സ്റ്റാർബക്സിൻ്റെ അക്കൗണ്ട് അല്ലെങ്കിൽ പേജിലൊക്കെ കാണാൻ, അല്ലെങ്കിൽ സ്റ്റാർബക്സിൻ്റെ പ്ലാറ്റ്ഫോമിലാണ് അത് വിൽക്കുന്നതെങ്കിൽ ഈസി ആയിട്ട് വിറ്റുപോകും. അതെ. അതേ സമയത്ത് ഞാനിതിനൊരു പുതിയ പേരിട്ടുകൊണ്ട് ഹുദൈഫിൻ്റെ പേരിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു ബ്രാൻഡ് ഐഡൻറ്റിറ്റിയിലാണ് വിൽക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ മാർക്കറ്റിൽ എനിക്ക് ഇതിൻ്റെ കമ്മ്യൂണിക്കേഷനൊക്കെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. മാർജിൻ കൂടുതലാണെങ്കിൽ പോലും നമ്മളൊരു ഓൺ പ്രൊഡക്റ്റായിട്ട് ഹെയർ ഓയിലോ അതല്ലെങ്കിൽ ഒരു ഫുഡ് പ്രോഡക്റ്റോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫാൻസി ഐറ്റംസുകളൊക്കെ ആയിട്ട് നമ്മൾ വരുന്ന സമയത്ത് അവിടെ കൂടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് പോകേണ്ടി വരും എന്നുള്ളതാണ്. ഓപ്പർച്യൂണിറ്റി ഗ്രാബ് ചെയ്യുക അല്ലെങ്കിൽ ലിമിറ്റ് ഇല്ല എന്നൊക്കെ പറയുന്നത് എളുപ്പമാണെങ്കിൽ പോലും അതിനാവശ്യമായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള സ്റ്റേജുകളും ഫേസും 1, 2, 3 ഒക്കെ പ്ലാൻ ചെയ്ത് ഓരോ ഘട്ടത്തിലും ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ക്ലാരിറ്റി ഉണ്ടാക്കി കൺസൾട്ടന്റുമാരുടെ ഹെൽപ്പോട് കൂടിയും കേസ് സ്റ്റഡികളിലൂടെയൊക്കെ നമ്മൾ പോവുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അതെ. അപ്പോൾ എനിക്കിപ്പോൾ ആക്ച്വലി തോന്നുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ് ഒരു ഓഫ്ലൈൻ ഓൺലൈൻ സ്റ്റോറിലേക്ക് ആവണമെങ്കിൽ നല്ലൊരു കൺസൾട്ടൻറ്റിനെ കണ്ടുപിടിക്കുക. എന്നിട്ട് മൂപ്പരോട് ചോദിക്കുക, എനിക്കിങ്ങനെ തുടങ്ങണം, എവിടെ നിന്ന് തുടങ്ങണം. അപ്പോൾ മൂപ്പര് മിക്കവാറും ഒരു ഏജൻസിയോ അല്ലെങ്കിൽ ഒരാളെയോ കൊടുക്കും. അവിടെ നിന്ന് തുടങ്ങിയാൽ മതി. ഇതൊക്കെ എല്ലാം ചെയ്ത് ആലോചിച്ച് കണക്ക് കൂട്ടി ചെയ്യേണ്ട. പക്ഷേ ഓൺലൈൻ സ്റ്റോറിൻ്റെ ഇമ്പാക്റ്റ് ഹ്യൂജ് ആയിരിക്കും. ഓൺലൈൻ നിങ്ങൾ പറഞ്ഞ പോലെ 10% സെയിൽസ് ഓൺലൈനിൽ കിട്ടാൻ സാധ്യതയുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇത് എത്ര വേണമെങ്കിൽ വളർത്താം. നിങ്ങൾ കുറേ ഔട്ട്ലെറ്റ് ഇട്ടിട്ട് എന്താ കാര്യം? നമ്മളതിപ്പം ഈ ഓക്സിജൻ, മൈജി ഒക്കെ പോലുള്ള നമ്മുടെ നാട്ടിലെ ബ്രാൻഡുകൾ എടുത്ത് നോക്കി കഴിഞ്ഞാലും ദേ ആർ ഇൻ ടു ഓഫ്ലൈൻ. അവർ ഓഫ്ലൈനിലാണ് ഏറ്റവും വലിയ രീതിയിലുള്ള ഇൻഫ്ര ബിൽഡ് ചെയ്ത് ബിസിനസ് പോകുന്നത്. കേരളത്തിലെ 14 ജില്ലയിലും ഔട്ട്ലെറ്റ് ഒക്കെ ഉണ്ട്. അവരുടെ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൽ ഞാൻ ഈ പറയുന്ന എഫക്റ്റ് എന്തായാലും ഉണ്ടാവും. ഓഫ്ലൈനിൽ നടക്കുന്ന ബിസിനസിന്റെ ഒരു പെർസെൻറ്റേജ് പ്രത്യേകിച്ച് മറ്റ് ആക്ടിവിറ്റീസുകളൊന്നും ഇല്ലെങ്കിൽ പോലും അവർ ഓൺലൈനിൽ വിൽക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ ഇ കൊമേഴ്സ് സ്റ്റോറിലൂടെ പോകുന്നുണ്ടാവും എന്നുള്ളതാണ്. അവിടെ 2 രീതിയിൽ ഓൺലൈൻ സ്റ്റോർ ബിൽഡ് ചെയ്യുന്ന ഓഫ്ലൈൻ ബിസിനസ്സുകാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്ന്, എനിക്കും ഒരു ഇ കൊമേഴ്സ് ഉണ്ട് എന്നുള്ള ഒരു നാണക്കേട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു ഇ കൊമേഴ്സ് സ്റ്റോർ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിന് അഥവാ ആരെങ്കിലും വാങ്ങാൻ തീരുമാനിച്ചാൽ തന്നെ അത് പ്രൊഡക്റ്റ് കാർട്ടിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് ചെക്കൗട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. പേയ്മെന്റ് ഗേറ്റ്വേ ഉണ്ടാവില്ല, അല്ലെങ്കിൽ അത് ഡമ്മി വെബ്സൈറ്റ് ആണ്. നമ്മുടെ സമ്മർഹിൻ ബത്ലഹേമിലെ നമ്മുടെ ഫാം പോലെ ഉണ്ടാവും. തുറന്നു കഴിഞ്ഞാൽ ഇൻവെന്ററി ഇല്ല, ഓർഡർ മാനേജ്മെന്റ് ഇല്ല, ഒന്നുമില്ല. അതെ. അപ്പൊ അങ്ങനെ ഒരു ഡമ്മി സാധനം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആൾക്കാരുണ്ടാവും. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഞാനും ഒരു ഇ കൊമേഴ്സ് സ്റ്റോർ ഓൺലൈൻ സ്റ്റോർ ഉണ്ട്. മോശമല്ലേ ഇക്കാലത്ത് ഓൺലൈൻ സ്റ്റോർ ഇല്ല എന്ന് പറയുന്നത്. അപ്പൊ അവനൊരു ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റിൽ ഒരു സ്റ്റോറൊക്കെ ഡമ്മി ബിൽഡ് ചെയ്യാം. പ്രൊഡക്റ്റ് ഒക്കെ സാമ്പിൾ പ്രൊഡക്റ്റ് ഒക്കെ ആഡ് ചെയ്തിട്ട് ഡിസൈൻ ഒക്കെ നന്നായിട്ടുള്ള വെബ്സൈറ്റ് ഒക്കെ കൊണ്ടുപോകാം. സെയിൽസിന് ഇറങ്ങുന്ന കക്ഷിയാണെങ്കിൽ നേരത്തെ ആ ഫാമിൽ അപ്പുറത്തെ കക്ഷി ബിൽഡ് ചെയ്ത പോലെ തന്നെ നല്ല കറവുള്ള പശുക്കളെയും നല്ല എന്താ പറയുക എല്ലാ സാധനങ്ങളും ഒരുക്കിയിട്ട് തന്നെ പോകണം എന്നുള്ളതാണ്. എക്യുപ്മെന്റ്സ് ഒക്കെ ഒരുക്കിയിട്ട് പോകണം എന്നുള്ളത് തന്നെ. അതെ. ഏറ്റവും വലിയ കാര്യം എന്താ വെച്ചാൽ ഇതൊക്കെ എല്ലാവരുടെ മുന്നിലും ഓപ്പൺ ആണ്. ഒന്നും തന്നെ ഒരു ഭയങ്കരമായിട്ടുള്ള നമ്മൾ എന്തോ ഒരു ബി നിലവറ തുറന്നെടുക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. കറക്റ്റ്. ഒക്കെ കാര്യങ്ങൾ സിമ്പിളാണ്. കാരണം ഈ ഓഫ്ലൈൻ ബിസിനസ് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞത് അവസാനിപ്പിക്കുക. കാരണം നമ്മൾ രണ്ടുപേരും ഒരേ ഇൻഡസ്ട്രിയിൽ ആയതുകൊണ്ട് സംസാരിച്ചാൽ തീരൂല. ഓക്കെ. അപ്പോൾ പിന്നെ ഇതിൻ്റെ അകത്ത് ഇവർക്കുള്ള ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് സെയിൽ കിട്ടുമോ? ഞാൻ ഈസി ആയിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു സാധനമുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഒരു ബ്രാൻഡായിരിക്കും, ഓൾറെഡി ഒരു ബ്രാൻഡായിരിക്കും. നിങ്ങൾ ചുമ്മാ പോയിട്ട് ഒരു വാട്സാപ്പ് ബട്ടൺ നോക്കിയാൽ മതി. നിങ്ങളെ വെബ്സൈറ്റിൽ പോവുക, ഒരു വാട്സാപ്പ് ബട്ടൺ ഉണ്ട്, നിങ്ങൾക്ക് സെയിൽ വരും 110%. ഞാൻ ഗ്യാരണ്ടിയാണ്.
കാരണം അവന് ഓൾറെഡി ബ്രാൻഡ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ പറഞ്ഞ മൈജി അല്ലെങ്കിൽ ഓക്സിജൻ, ഈ ഓക്സിജൻ മൈജി എന്നുള്ള സെർച്ച് കീവേഡ് വോളിയം ഉണ്ടാവുമല്ലോ, കാരണം അത് സെർച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അവരുടെ വെബ്സൈറ്റിൽ ആൾക്കാർ വരുന്നുണ്ടാവും. അവിടെ ചെറിയൊരു ബട്ടൺ ഉണ്ട്, ഇതാ നിങ്ങൾക്ക് വാട്സാപ്പിലൂടെ ഒറ്റ ദിവസം ഇട്ടാൽ മതി, ഓൺലൈൻ സെയിൽ വരും, അതോടുകൂടി അത് തീർന്ന്. അത് നമ്മളിപ്പം ഗൂഗിൾ ബിസിനസ് അല്ലെങ്കിൽ GMBയിലാണെന്നുണ്ടെങ്കിലും മെസ്സേജ് ഓപ്ഷൻ ഇപ്പം ഉണ്ട്, പോകാൻ വേണ്ടിയിരിക്കുകയാണ്. മെസ്സേജ് ഓപ്ഷൻസിലൂടെ നമുക്ക് കൺവേർഷൻസ് വരുന്ന പോലെ തന്നെ അതെ ആ വെബ്സൈറ്റിലും വാട്സപ്പിലൂടെ വന്നുകൊണ്ട് ആളുകൾ ഓർഡർ പ്ലേസ് ചെയ്യാനും അതെ ബിസിനസ്സിന് പർച്ചേസ് ചെയ്യാനൊക്കെ ഉള്ള പോസിബിലിറ്റീസ് ഉണ്ടെന്നുള്ളതാണ്. പോസിബിലിറ്റീസിനെ ഉപയോഗിക്കാൻ ആരൊക്കെ തയ്യാറാവുന്നു, എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് കാര്യം. ഞാൻ പറയുകയാണെങ്കിൽ ഈ പോഡ്കാസ്റ്റ് കണ്ടതിന് ശേഷം നിങ്ങളെ വെബ് ഡെവലപ്പറെ വിളിക്കുക, ഒരു ബട്ടൺ ഇട്ട് തരും, 5 മിനിറ്റിൽ കൂടുതൽ ആ ബട്ടൺ ഉണ്ടാ വേണ്ട. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അപ്പം തന്നെ മനസ്സിലാവും എന്തുകൊണ്ട് നിങ്ങൾ ഓൺലൈൻ ബിസിനസ് ചെയ്യണം. ഒരു ബ്രാൻഡ് ഓൾറെഡി ഇല്ല ബ്രാൻഡുകൾ ഇഷ്ടം പോലെ ഉണ്ട്, ഞാൻ പേരുകൾ പറയുന്നില്ല. നിങ്ങൾ ചുമ്മാ നിങ്ങളെ വെബ്സൈറ്റിൽ പോയിട്ട്, വെബ്സൈറ്റൊക്കെ നിങ്ങൾ പറഞ്ഞ പോലെ ഡമ്മി വെബ്സൈറ്റാ, ബാക്കിലൊന്നുമില്ല, ഫ്രണ്ടിൽ ഭയങ്കര പോഷാണ്, ഓക്കെ, ഡിസൈനൊക്കെ അടിപൊളിയാണ്. അത് പോയി ഇട്ട് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇതാണ് ഈ പോഡ്കാസ്റ്റിൻ്റെ ഏറ്റവും ബിഗസ്റ്റ് ഇതെന്ന് ഞാൻ പറയും. കാരണം എനിക്കറിയാം, അത് പോയി ഇടും, അത് ഇട്ട് കഴിഞ്ഞാൽ സെയിൽ വരും. അപ്പോൾ സെയിൽ വന്നാൽ നിങ്ങൾ കുടുങ്ങും, നിങ്ങൾക്ക് ഡെലിവറി ചെയ്യാൻ പറ്റൂല, അപ്പം ബട്ടൺ എടുത്ത് മാറ്റാൻ പറയും. പക്ഷെ അതോടുകൂടി ആലോചിച്ച് തുടങ്ങും അത്തരം ഒരു സെയിൽസിൻ്റെ സാധ്യതയിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട്. കറക്റ്റ്. എനിവേസ്, താങ്ക് യു വെരി മച്ച്. ഇത് ഞങ്ങൾ ആക്ച്വലി പ്ലാൻ ചെയ്ത ഒരു പോഡ്കാസ്റ്റ് അല്ല, പക്ഷെ നിങ്ങളുമായിട്ട് ഒരു 3 മിനിറ്റ് സംസാരിച്ചപ്പോൾ ഐഡിയ കിട്ടി ഇത് എങ്ങോട്ടേക്ക് കൊണ്ടുപോകണമെന്ന്. സോ മേ ബി വി വിൽ സിറ്റ് അഗെയിൻ. കൂടുതൽ ഓൺലൈൻ ബിസിനസ്സുകൾ കേരളത്തിൽ നിന്ന് നമ്മൾ ഉണ്ടാകട്ടെ. എന്നിട്ട് പറ്റും. മലയാളികൾ ലോകത്തെമ്പാടും പോയി കച്ചവടം ചെയ്യുന്ന ആൾക്കാരാണ്, ഒരു ഡൗട്ടും ഇല്ല. അതുകൊണ്ട് തന്നെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന അല്ലെങ്കിൽ E-commerce D2C ബ്രാൻഡുകളെ നമ്മുടെ നാട്ടിൽ നിന്ന് ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. നിങ്ങളെപ്പോലെ ഒരുപാട് ആളുകൾ അതിനകത്ത് ലീഡർഷിപ്പ്, നമ്മളത് ബ്രിഡ്ജ് ചെയ്യും, ആ പ്രശ്നം ബ്രിഡ്ജ് ചെയ്യും, ആ മിഷൻ സാധ്യമാകട്ടെ. ഓക്കെ, താങ്ക് യു ഹൃദയ്.